പെഗാസസ് വിഷയം അന്വേഷിക്കാൻ സമിതിയെ തങ്ങൾ തന്നെ നിയോഗിച്ചു കൊള്ളാം എന്ന് ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയോട് പറഞ്ഞിരുന്നു. പക്ഷേ അത് വേണ്ട, ഞങ്ങൾ രൂപീകരിച്ചു കൊള്ളാം ഈ സമിതി, അന്വേഷണ വിദഗ്ധ സമിതി എന്ന് പറഞ്ഞ് കോടതി കേന്ദ്രത്തിൻ്റെ ആ ഓഫർ തള്ളി. കേന്ദ്ര സർക്കാർ തന്നെയാണ് ഈ വിഷയത്തിൽ ആരോപണ വിധേയരായ കക്ഷി എന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് കോടതി ഇന്നത്തെ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. നീതി നടപ്പായാൽ മാത്രം പോരാ, നടപ്പായി എന്ന് മനസ്സിലാക്കപ്പെടുകയും വേണം എന്നും കോടതി ഈ നിലപാടിനെ വിശദീകരിക്കുന്നു ഉത്തരവിൽ. പെഗാസസ് വിഷയത്തിൽ വിദഗ്ധ സമിതി നീതി നടപ്പാക്കുമോ എന്നതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. നടപ്പാക്കാൻ സാധിക്കുമോ ആ വിദഗ്ധ സമിതിക്ക് എന്ന്? സത്യം അവർക്ക് പുറത്തു കൊണ്ടുവരാനാകുമോ എന്ന ചോദ്യമാണ് നമ്മുടെ മുന്നിൽ ഉള്ള പ്രധാനപ്പെട്ട ഒന്ന്. കേന്ദ്രത്തിന് വൻ തിരിച്ചടിയല്ലേ ഇത് എന്ന ചോദ്യം BJP നേതാക്കളോട് നമ്മൾ ഈ ചർച്ചയിൽ ചോദിക്കും. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഈ വിദഗ്ധ സമിതി രൂപീകരിക്കാൻ സുപ്രീം കോടതി നിശ്ചയിച്ചതിന് കാരണമായ വിവിധ ഹർജികളിൽ ഒന്ന് ജോൺ ബ്രിട്ടാസിൻ്റേതാണ്, രാജ്യസഭാ MP. അദ്ദേഹം നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് കുറച്ചു നേരം. ഒപ്പം BJP നേതാവ് ശ്രീ നാരായണൻ നമ്പൂതിരി കോട്ടയത്ത് നിന്ന്, ഫോർവേഡ് ബ്ലോക്കിൻ്റെ നേതാവ് ശ്രീ G. ദേവരാജൻ കൊല്ലത്ത് നിന്ന്, അഡ്വക്കേറ്റ് ജെയ്മോൻ ആൻഡ്രോസ് നിയമവിദഗ്ധൻ, സുപ്രീം കോടതി അഭിഭാഷകൻ ഡൽഹിയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ ജോൺ ബ്രിട്ടാസ്, താങ്കളുടെ കൂടെ ഹർജിയിലാണ് വിധി, സുപ്രധാനമായ ഈ വിധി വന്നിരിക്കുന്നത് എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷം ഉന്നയിച്ച പ്രശ്നത്തോടൊപ്പമാണ്, പ്രതിപക്ഷം ഉന്നയിച്ചതും രാജ്യാന്തര തലത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട തോതിൽ വാർത്തയായതുമായ ഈ പെഗാസസ് വിഷയത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ച ഗൗരവതരമായ വിഷയങ്ങൾക്കൊപ്പമാണ് കോടതി എന്ന തോന്നലുണ്ടാക്കാൻ ഈ വിധി ഉത്തരവ് കാരണമായിട്ടുണ്ടോ? സുപ്രീം കോടതിയുടെ വിധി സ്വാഗതാർഹമാണ്. അത് മാത്രമല്ല, പലതരത്തിലുള്ള സ്വാധീനങ്ങൾ ചെലുത്താൻ കഴിയുന്ന ഒരു വിധിന്യായമാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. സ്വകാര്യത എന്നുള്ള മൗലിക അവകാശത്തിന് ഗ്യാരണ്ടി നിർണ്ണയിക്കാൻ വേണ്ടിയുള്ള വ്യവസ്ഥകൾ കൂടി രൂപീകരിക്കാനാണ് സുപ്രീം കോടതി ഇന്ന് വിധിയിലൂടെ അനുശാസിക്കുന്നത്. ഇന്ന് പരിഗണനാ വിഷയങ്ങൾ 7 അതോടൊപ്പം തന്നെ ഭാവിയിലേക്ക് നമ്മുടെ പൗരൻ്റെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സുരക്ഷാ കവചങ്ങൾ കൂടി ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി മുന്നോട്ട് വച്ചിട്ടുണ്ട്. എന്തുകൊണ്ടും നിർണായകമായിട്ടുള്ളൊരു വഴിത്തിരിവാണ് സുപ്രീം കോടതി വിധി. അത് മാത്രമല്ല, പെഗാസസ് എന്ന വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായും സുപ്രീം കോടതി പൗരന്മാർക്ക് നീതി നൽകിയിരിക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ. അതായത് ഈ പ്രതിപക്ഷത്തിൻ്റെ ഉന്നയിച്ച പ്രശ്നങ്ങൾക്കൊപ്പമാണ് കോടതി എന്ന ഒരുപക്ഷേ ആ ചോദ്യത്തിന് അങ്ങനെ നേരിട്ടൊരു ഉത്തരം സാധ്യമാവുകയില്ലായിരിക്കും. കോടതി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടല്ലേ ഉള്ളൂ. ഈ വിവരങ്ങൾ കൈമാറാത്ത കേന്ദ്ര നിലപാടിനെ ഉത്തരവിൽ ഒന്നിലേറെ തവണ വിമർശിച്ചിട്ടുണ്ട്, സുപ്രീം കോടതി വിമർശിച്ചിട്ടുണ്ട്. അതായത് എന്തുകൊണ്ടാണ് കേന്ദ്രം ഈ കാര്യങ്ങൾ വ്യക്തമാക്കാത്തത് എന്ന് മനസ്സിലാകുന്നില്ല എന്നടക്കം അതിനകത്ത് പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കണം കോടതി ആവർത്തിച്ച് ചോദിച്ചിട്ടും കേന്ദ്രം വിവരങ്ങൾ നൽകാതിരുന്നത്? പ്രത്യേകിച്ചും അത് സുപ്രീം കോടതിയിൽ ഒരു വിഷയം വരുന്നു, കേന്ദ്രം സ്വാഭാവികമായിട്ടും വിവരങ്ങൾ നൽകാൻ തയ്യാറാകേണ്ടതാണ്. അത് പബ്ലിക്കിൽ അങ്ങനെ പരസ്യപ്പെടുന്നതല്ല, സുപ്രീം കോടതിക്ക് അവകാശമുള്ളതാണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടായിരിക്കണം കേന്ദ്രം നൽകാതിരുന്നത്? 45 പേജ് വരുന്ന സുപ്രീം കോടതി വിധി പലതുകൊണ്ടും ശ്രദ്ധേയമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു നിരീക്ഷണം, അതായത് ഇത്രയും സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയത്തിൽ ഒരു പരിമിതമായിട്ടുള്ളൊരു സത്യവാങ്മൂലം മാത്രം നൽകി ദേശീയ സുരക്ഷ എന്നുള്ള ഒരു അലിബായി എടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു മൗലിക അവകാശത്തെ ലംഘിക്കുമ്പോൾ അത് റീസണബിൾ ആയിട്ടുള്ള കാരണങ്ങൾ, ന്യായമായ കാരണങ്ങൾ കൊണ്ടാണ് ഒരു മൗലിക അവകാശം നിഷേധിക്കപ്പെടുന്നതെങ്കിൽ പോലും ആ റീസണബിൾ ആയിട്ടുള്ള കാരണങ്ങൾ ഒരു നടപടിക്രമത്തിലൂടെയോ നിയമത്തിലൂടെയോ ആയിരിക്കണം. അല്ലാതെ ഏതെങ്കിലും വ്യക്തിയുടെ മനോഗതം കൊണ്ട് മാത്രമായിരിക്കരുത് ഒരാളുടെ അവകാശം ഹനിക്കപ്പെടേണ്ടത്. അങ്ങനെ വളരെ സുവ്യക്തമായിട്ട് 2017 സുപ്രീം കോടതി പുട്ടുസ്വാമി കേസിൽ മുന്നോട്ട് വെച്ച ഒരു വിധിന്യായത്തിന് അലകും പിടിയും സമ്മാനിക്കുന്ന സുപ്രധാനമായിട്ടുള്ള വിധിന്യായമാണ് ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പഴയ ഈ പറഞ്ഞ സ്വകാര്യത സംബന്ധിച്ചിട്ടുള്ള, പ്രൈവസി സംബന്ധിച്ചിട്ടുള്ള വിവിധ കോടതികളിലെ, ഇംഗ്ലണ്ടിലെയും യു.എസിലെയും ഒക്കെ വിധിന്യായങ്ങളെ സുപ്രീം കോടതി ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ 1700കളിൽ ലണ്ടനിൽ വന്നൊരു വിധിന്യായം
ഒരു ചെറ്റക്കുടിലാണെങ്കിൽ പോലും രാജാവിന് പോലും അനുമതിയില്ലാതെ അവിടെ കടന്നു കയറാൻ കഴിയില്ല. അതാണ് സ്വകാര്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം. അപ്പോൾ അത്രത്തോളം പവിത്രമായിട്ടുള്ള ഒരു വശം നമ്മൾ ഇൻഫ്രിഞ്ച് ചെയ്യുമ്പോൾ, അതിലേക്ക് കടന്നു കയറുമ്പോൾ എന്താണ് അതിൻ്റെ കാരണം, കാര്യകാരണസഹിതം നടപടിക്രമപ്രകാരം അത് നിർണ്ണയിക്കപ്പെടണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ശ്രീ ജോൺ ബ്രിട്ടാസ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്രം ഒരു ഘട്ടത്തിൽ തങ്ങൾ തന്നെ സമിതിയെ വെച്ചുകൊള്ളാം, വിദഗ്ധ സമിതിയെ വെച്ച് അന്വേഷിച്ചു കൊള്ളാം എന്നൊരു നിലപാട് കോടതിക്ക് മുമ്പാകെ വെച്ചിരുന്നു. പക്ഷേ അക്കാര്യം കോടതി സ്വീകരിച്ചില്ല. സുപ്രീം കോടതി തന്നെയാണ് വിദഗ്ധ സമിതിയെ, അതിലെ അംഗങ്ങളെ നിശ്ചയിക്കുക എന്ന നിലപാടെടുത്തു. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ആ വിദഗ്ധ സമിതിയും സമിതി അംഗങ്ങളുടെ പേര് വിവരങ്ങളുമുണ്ട്. എന്തുകൊണ്ടായിരിക്കണം കോടതി കേന്ദ്രത്തിൻ്റെ ഓഫർ വേണ്ടെന്ന് വെച്ചത്? അതിനൊരു മനസ്സിലാക്കാനാവുന്ന കാരണം വിധിയിൽ തന്നെ കോടതി പറയുന്നുണ്ട്. അതായത് ഈ പറയുന്നത് പോലെ പ്രധാനപ്പെട്ട ആരോപണ വിധേയരായി നിൽക്കുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇതിനകത്ത്. അതുകൊണ്ട് കേന്ദ്രം തന്നെയും ഒരു വിദഗ്ധ സമിതിയെ വെച്ചാൽ അത് നീതി നടപ്പായാൽ തന്നെയും നടപ്പായി എന്ന തോന്നൽ പൊതുസമൂഹത്തിൽ ഉണ്ടാകാൻ കാരണമാകില്ല. അതുകൊണ്ട് തങ്ങൾ തന്നെ നിശ്ചയിച്ചു കൊള്ളാം എന്ന്. എങ്കിലും കേന്ദ്രം പരിമിതമായ തോതിൽ പോലും വിവരങ്ങൾ സുപ്രീം കോടതിക്ക് കൈമാറാത്ത സാഹചര്യത്തിൽ ഒരു അവിശ്വാസത്തിൻ്റെ പ്രകടനം കൂടെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് കണ്ടാൽ അത് തെറ്റായിരിക്കുമോ? കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുമ്പോൾ, എന്തിനേറെ ഒരു പരിപൂർണമായ വിശദമായിട്ടുള്ളൊരു അഫിഡവിറ്റ് പോലും സമർപ്പിക്കാൻ തയ്യാറാകാതിരിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ പെറുക്കി വെക്കുന്ന ഏതാനും വ്യക്തികളിൽ നിന്ന് നീതി കിട്ടുമെന്ന് സുപ്രീം കോടതിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? സുപ്രീം കോടതി വളരെ മയമുള്ളൊരു ഭാഷയാണ് ഉപയോഗിച്ചത്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു കമ്മിറ്റി എന്നുള്ളൊരു ഓഫറിനെ തിരസ്കരിക്കുമ്പോൾ നീതി ലഭിച്ചാൽ മാത്രം പോരാ, നീതി ലഭിക്കുന്നുവെന്നുള്ള ഒരു പ്രതീതി കൂടി സൃഷ്ടിക്കണം. അതിനർത്ഥം സുപ്രീം കോടതിയുടെ ആ വാദം, അതിനർത്ഥം കേന്ദ്ര സർക്കാരിൻ്റെ വാദം അംഗീകരിച്ചു കഴിഞ്ഞാൽ നീതി ലഭിച്ചു എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കപ്പെടില്ല എന്ന് വ്യംഗ്യാർത്ഥത്തിൽ സുപ്രീം കോടതി പറഞ്ഞു വച്ചിരിക്കുകയാണ്. ഈ കേസിൽ ഒരു ഹർജിക്കാരൻ പറഞ്ഞത് ക്യാബിനറ്റ് സെക്രട്ടറിയെങ്കിലും ഒരു അഫിഡവിറ്റ് സമർപ്പിക്കട്ടെ. എന്താ കാരണം വെച്ചാൽ ഇതൊരു ഏതെങ്കിലും ഒരു പ്രത്യേക വകുപ്പുമായി ബന്ധപ്പെട്ടതല്ല. ഇപ്പം നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഈ ഇൻ്റലിജൻസ് ഏജൻസികൾ എന്ന് പറയുന്നത് IT വകുപ്പിൻ്റെ കീഴിലോ അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിൻ്റെ കീഴിലോ ഉള്ളതല്ല. അത് ആഭ്യന്തര വകുപ്പിൻ്റെയും എന്തിനേറെ പ്രധാനമന്ത്രിയുടെയും കീഴിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ക്യാബിനറ്റ് സെക്രട്ടറി തന്നെ ഒരു സമഗ്രമായിട്ടുള്ള സത്യവാങ്മൂലം നൽകിയാൽ മാത്രമേ അതിലെന്തെങ്കിലും അർത്ഥവത്തായിട്ടുള്ള കാര്യം വരുള്ളൂ. അങ്ങനത്തെ ഒരു അഫിഡവിറ്റ് പോലും കൊടുക്കാത്ത ഒരു കേന്ദ്ര സർക്കാർ ഒരു കമ്മിറ്റിയെ നിശ്ചയിക്കുക എന്ന് പറയുമ്പോൾ അതിന് പിന്നിലുള്ള ആത്മാർത്ഥതയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിശ്ചയമായും മനസ്സിലാക്കാനാകുന്നതാണ്. ശ്രീ ജോൺ ബ്രിട്ടാസ്, പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത്, ഇങ്ങനെ ഒരു ചോദ്യം കൂടെ വരുമല്ലോ സ്വാഭാവികമായിട്ടും. അതായത് സുപ്രീം കോടതി ഇത്രക്ക് പരമപ്രധാനമായൊരു വിഷയത്തിൽ വിവിധ ഹർജികൾ പരിഗണിച്ചിട്ട് കേന്ദ്രത്തോടൊരു അഫിഡവിറ്റ് നൽകാൻ പറയുന്നു, വിവരങ്ങൾ നൽകാൻ പറയുന്നു. ആവർത്തിച്ച് പറഞ്ഞിട്ടും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല. സുപ്രീം കോടതി തന്നെയും ചോദിച്ചിട്ട് കിട്ടാത്ത ഈ വിവരങ്ങൾ ഈ വിദഗ്ധ സമിതിക്ക് കൈമാറാൻ കേന്ദ്രം തയ്യാറാകുമെന്ന് എങ്ങനെയാണ് വിചാരിക്കാനാവുക? എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കുന്നത്, വിദഗ്ധ സമിതി വന്നു, കൊള്ളാം, അന്വേഷണം നടത്തി സത്യം പുറത്തു വരുമെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ വിവരങ്ങൾ സുപ്രീം കോടതി കൈമാറാൻ തയ്യാറാകാത്ത ഈ കേന്ദ്ര സർക്കാർ വിദഗ്ധ സമിതിക്ക് എല്ലാ വിവരങ്ങളും നൽകിക്കൊള്ളും എന്നെങ്ങനെയാണ് കാണുക? സുപ്രീം കോടതിയുടെ വിധിന്യായം ഞാനിത് പരിപൂർണമായി വായിച്ചുകൊണ്ട് പറയുകയാണ്. അത് വളരെ, എന്തുകൊണ്ടാണ് ഈ വിധിന്യായം പുറപ്പെടുവിക്കുന്നത്, ഇതിൻ്റെ ലോജിക്ക്, റാഷണൽ 7 പോയിന്റ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ 7 പരിഗണനാ വിഷയങ്ങളുണ്ട്. അതുകൂടാതെ ഭാവിയിലേക്ക് ഉള്ള സുരക്ഷാ കരുതൽ അല്ലെങ്കിൽ സംരക്ഷണം എന്ന നിലയ്ക്ക് റെക്കമെൻഡ് ചെയ്യേണ്ട മേഖലകളെക്കുറിച്ചുള്ള 7 നിർദ്ദേശങ്ങളുണ്ട്. അങ്ങനെ യഥാർത്ഥത്തിൽ 777 എന്നുള്ളതാണ് ഈ കമ്മിറ്റിയുടെ ഒരു പ്രത്യേകത. ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയാണ് ഇത് നിയന്ത്രിക്കുന്നത്. ആ ജഡ്ജിയെ സഹായിക്കാൻ വേണ്ടി 2 ആൾക്കാർ. ആ സമിതിയുടെ കീഴിലാണ് ഈ പറഞ്ഞ ടെക്നിക്കൽ കമ്മിറ്റി ഉള്ളത്. സുപ്രീം കോടതി നിശ്ചയിക്കുന്ന, സുപ്രീം കോടതി നിരീക്ഷണം നടത്തുന്ന ഒരു കേസിൽ വിവരങ്ങൾ കൈമാറാൻ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വൈമുഖ്യം കാണിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം രൂക്ഷമായിരിക്കും. അത് മാത്രമല്ല, സുപ്രീം കോടതിയുടെ ഒരു ഉദ്യോഗസ്ഥനെയാണ്, രജിസ്ട്രാറിനെയാണ് ഈ പറയുന്ന സഹകരണം ഉറപ്പുവരുത്താൻ വേണ്ടി സുപ്രീം കോടതി വ്യക്തമായി വിധിന്യായത്തിലൂടെ നിയോഗിച്ചിരിക്കുന്നത്. അത്രത്തോളം പ്രാധാന്യം സുപ്രീം കോടതി ഇതിൻ്റെ അന്വേഷണത്തിന് നൽകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയും ഈ പറയുന്ന ഇരുട്ടുകൊണ്ടുള്ള ഓട്ടയടക്കൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ ജോൺ ബ്രിട്ടാസ് താങ്കളിലേക്ക്. എനിക്ക് താങ്കളോടൊരു 2-3 ചോദ്യങ്ങൾ കൂടെയുണ്ട്. ഞാൻ താങ്കളിലേക്ക് വന്നുകൊള്ളാം.
ശ്രീ നാരായണൻ നമ്പൂതിരി അദ്ദേഹം പറഞ്ഞു നിർത്തിയെടുത്ത് കാര്യങ്ങൾ വ്യക്തമാണ്. അതായത് ഇനിയും വിവരങ്ങൾ നൽകാതിരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം കേന്ദ്രത്തിന് മുന്നിൽ ഇല്ലല്ലോ. രാജ്യസുരക്ഷ എന്നൊരു മറ കാണിച്ചിട്ട് എല്ലാ പൗരന്മാരെയും പ്രശ്നത്തിലാക്കുന്ന സംഗതികളിലേക്ക് പോയോ എന്ന കാര്യം അന്വേഷിക്കുന്ന കാര്യത്തെ തടസ്സപ്പെടുന്നത് ശരിയായ നിലപാടല്ല എന്ന് സുപ്രീം കോടതി സുചിന്തിതമായിട്ട് അതിശക്തമായിട്ടുള്ള പോയിന്റുകൾ വാക്കുകൾ വെച്ച് വിധിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയല്ലേ ഇത്? എന്തുകൊണ്ടാണ് നേരത്തെ സഹകരിക്കാതിരുന്നത്? ഇനി അങ്ങോട്ട് സഹകരിക്കേണ്ടി വരില്ലേ? എന്തെന്നാ സനീഷ പറയുന്നത്? ഞാൻ സനീഷ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ്, പ്രിയപ്പെട്ട ബ്രിട്ടാസ്, താങ്കൾ MP ആയതിനു ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ബ്രിട്ടാസ് പരാതിക്കാരനിൽ പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് ബ്രിട്ടാസിന് വളരെ ആവശ്യത്തോടെ പറയാൻ പറ്റും ഒരു ഹർജിക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് അനുകൂലമായ വിധി കിട്ടിയെന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ എന്തായാലും സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട്, കേന്ദ്ര സർക്കാർ എക്സ്പെർട്ട് കമ്മിറ്റിയെ വെക്കാം. യെസ്, ആ എക്സ്പെർട്ട് കമ്മിറ്റി വേണ്ട. സുപ്രീം കോടതി ചോദിച്ചു. എന്താണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്? കോടതിയിൽ ഇതൊരു പരസ്യ ഡിസ്കഷൻ ആക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, ഓപ്പൺ ഡിസ്കഷന് പറ്റുന്ന കാര്യങ്ങളല്ല. അത് നാഷണൽ സെക്യൂരിറ്റിയെ, രാജ്യസുരക്ഷയെ ബാധിക്കും. അതുകൊണ്ട് ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ വെച്ച് ആ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാം, അവർ കോടതിക്ക് റിപ്പോർട്ട് നൽകും എന്നാണ് സുപ്രീം കോടതി കേന്ദ്ര സർക്കാർ എടുത്തത്. സുപ്രീം കോടതി പറഞ്ഞു കേന്ദ്ര സർക്കാർ വയ്ക്കണ്ട. ശരിയാ, കേന്ദ്ര സർക്കാർ വയ്ക്കണമെന്നില്ല. തുഷാർ മേത്ത വാദ സമയത്ത് സുപ്രീം കോടതി നിയോഗിക്കുന്ന കമ്മിറ്റി ആണെങ്കിലും കുഴപ്പമില്ല, അതിനോടും സഹകരിക്കാൻ തയ്യാറാണെന്ന് വാദത്തിൽ കേന്ദ്രത്തിന്റെ അഭിഭാഷകൻ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സൂചിപ്പിച്ചു എന്നാണ് ലൈവ് ലോ എന്ന് പറയുന്ന ഈ സുപ്രീം കോടതി നടപടിക്രമങ്ങളെല്ലാം പദാനുപദം വരുത്തുന്ന ഒരു ലോ ഫേം ഉണ്ടല്ലോ, അതിൽ വന്നത്. അപ്പൊ അന്ന് ഞാൻ ആ വാദം ഓരോ ദിവസവും വാദങ്ങൾ കേൾക്കുമ്പോൾ, നിരീക്ഷിക്കുമ്പോൾ തുഷാർ മേത്ത തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സർക്കാർ വയ്ക്കുന്ന കമ്മിറ്റിക്ക് താല്പര്യമില്ലേ, കോടതി നിയോഗിക്കുന്ന കമ്മിറ്റിയാകാം. കാരണം ഇതൊരു ഓപ്പൺ ഡിസ്കഷൻ കൊണ്ടുവന്ന് ഇത് ഏത് ഇപ്പൊ എന്താണെങ്കിലും ഈ രാജ്യത്തെ ഭരണകൂടങ്ങളുടെ, സംസ്ഥാന ഭരണകൂടങ്ങളുടെയും കേന്ദ്ര ഭരണകൂടങ്ങളുടെയും രാജ്യത്തെ പൗരന്മാരുടെയും സംവിധാന ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അടക്കമുള്ള ഈ റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് അത് അൺകണ്ടീഷണൽ അല്ല എന്നും അതിന്റെ അകത്ത് അത്യാവശ്യം രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി നിയമപരമായി ഇടപെടാൻ, കണ്ടീഷൻ വയ്ക്കാൻ, അത് വാച്ച് ചെയ്യാൻ ഒക്കെയുള്ള അവകാശങ്ങൾ ഉണ്ട് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അത് സുപ്രീം കോടതി പറഞ്ഞതും ഈ രാജ്യത്ത് നിയമം അനുവദിക്കുന്ന തരത്തിലല്ലാതെ ഒരാളുടെ പോലും ഫോൺ ചോർത്തിയിട്ടില്ല. ഈ ലിമിറ്റഡ് അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവരുടെ ആവശ്യം പാർലമെന്റ് സമ്മേളനം മുഴുവൻ ബ്രിട്ടാസ് അടക്കമുള്ളവർ വാഷ് ഔട്ട് ചെയ്ത് എന്തിനാ? പാർലമെന്ററി സമിതി വയ്ക്കണമെന്നാണ്, ജുഡീഷ്യൽ എൻക്വയറി വേണമെന്നായിരുന്നു. ഇതൊക്കെയായിരുന്നല്ലോ ആവശ്യം. ഒരു പാർലമെന്റ് സമ്മേളനം മുഴുവൻ വാഷ് ഔട്ട് ആക്കി ഈ വിഷയത്തിൽ വാഷ് ഔട്ട് ആക്കിയിട്ട് സമ്മേളനം നടക്കാതെ, ഒരു പാർലമെന്ററി ഡെമോക്രസിയുടെ മാന്യത പോലും കാണിക്കാതെ, പാർലമെന്റിന്റെ മര്യാദ, പുതിയ അംഗങ്ങളെ പരിചയപ്പെടുത്തുക, പുതിയ മന്ത്രിമാരെ പരിചയപ്പെടുത്തുക, പട്ടികജാതിക്കാരായ മന്ത്രിമാരെ പോലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അനുവദിക്കാതെ പാർലമെന്റ് സ്തംഭിപ്പിച്ചവർ എന്ത് ഡിമാൻഡാണ് അവർ ഉന്നയിച്ചത്? ആ ഡിമാൻഡിൽ ഏതെങ്കിലും ആണോ ഇത് വന്നത്? കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാൻഡിന് സത്യത്തിൽ ഒരു അംഗീകാരമാണ്. ഞാനതിനെ അങ്ങനെയാണ് കാണുന്നത്. ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ നാരായണൻ നമ്പൂതിരി. ഞാൻ താങ്കളിലേക്ക് വരാം, മറ്റുള്ളവരിലേക്ക് പോയതിനു ശേഷം. ശ്രീ ജെയ്മോൻ ആൻഡ്രൂസ്, അഡ്വക്കേറ്റ് ജെയ്മോൻ ആൻഡ്രൂസ്, ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിന് അനുകൂലമായ കാര്യമാണ് കോടതിയിൽ ഉണ്ടായത് ഈ ഉത്തരവ് എന്ന് പറയുന്നുണ്ട് ശ്രീ നാരായണൻ നമ്പൂതിരി. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വ്യാഖ്യാനത്തിന് സാധ്യതയുള്ള പേപ്പറാണോ ഈ ഉത്തരവ്? അല്ല സനീഷ്, നമ്മൾ ഈ വളരെ പരിണിതപ്രജ്ഞനായ അഭിഭാഷകൻ കൂടിയായ അദ്ദേഹത്തോട് പൂർണ്ണമായ ബഹുമാനം കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ഈ നടപടിക്രമങ്ങളിൽ എല്ലാ ദിവസവും ഇല്ലെങ്കിൽ ഏതാണ്ട് വീഡിയോ കോൺഫറൻസിംഗ് ആയിരുന്നല്ലോ കാര്യങ്ങൾ നടന്നുകൊണ്ട് ഒഴിവിട്ടുന്ന സമയങ്ങളിലൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ, നേരിട്ട് കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ വാദങ്ങളാണ് അംഗീകരിച്ചത് എന്ന് പറയുന്നത് അതിന്റെ അത് അവര് പറഞ്ഞോണ്ട് ഞാൻ അതിനകത്തൊരു രാഷ്ട്രീയത്തിന്റെ ഭാഗത്ത് നിന്നിട്ട് ഞാൻ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് വളരെ അഡമന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് കേന്ദ്ര ഗവൺമെന്റ് ആദ്യം മുതലെടുത്തത്. ഞാനും അപ്പനും സുഭദ്രയും കൂടി ചേർന്നിട്ടുള്ള ഒരു ട്രസ്റ്റ് ഇത് അന്വേഷിച്ചോളാം, അല്ലാതെ വേറെ ആർക്കും ഇത് അന്വേഷിക്കണ്ട, ഞങ്ങൾ ഈ രേഖകളൊക്കെ
ഞങ്ങൾ നിശ്ചയിക്കുന്ന കമ്മിറ്റിക്ക് കൈമാറിക്കോളാം, അല്ലെങ്കിൽ ഞങ്ങൾ നിശ്ചയിക്കുന്ന അന്വേഷണ സംഘത്തിന് കൊടുത്തോളാം. എന്നാലും ഈ സുപ്രീം കോടതി പോലുള്ള സീൽഡ് കവറിൽ പോലും അല്ലെങ്കിൽ അതിൻ്റെതായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് പോലും വിശദീകരിക്കാൻ വേണ്ടിയിട്ട് വിശദീകരിക്കാനോ എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് ഇപ്പൊ സുപ്രീം കോടതി വളരെ കൃത്യമായി നേരത്തെ ജോൺ ബ്രിട്ടാസ് സൂചിപ്പിച്ച പോലുണ്ട്. 3 ഏഴുകളാണ് ഇതിനകത്ത് പ്രധാനം. ആ 3 ഏഴുകളിൽ പറയുന്ന അതിൽ ഒന്നാമത്തെ ഏഴിൽ പറയുന്ന ചോദ്യങ്ങളാണ് ഇപ്പൊ ഈ കമ്മിറ്റി കണ്ടെത്തേണ്ടത്. ആ കണ്ടെത്തേണ്ടതും മറ്റേ രണ്ടാമത്തെ ഏഴിൽ പറയുന്ന കാര്യങ്ങളാണ് കമ്മിറ്റി നിർദ്ദേശിക്കേണ്ടത്. അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഈ ചോദ്യങ്ങൾക്കൊന്നും ഈ ബഹുമാനായ അറ്റോർണി സോളിസിറ്റർ ജനറൽ കോടതിയിൽ അങ്ങനത്തെ ഒരു വാദമേ ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങളത് ചെയ്യാം എന്ന് ഞങ്ങൾ ഒരു സമയത്ത് പോലും പറഞ്ഞിട്ടില്ല. അത് എനിക്ക് വളരെ അത്ഭുതം തോന്നുന്നു. അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ വേണ്ടി കഴിഞ്ഞു. സുപ്രീം കോടതിയിൽ നിന്ന് ഇത്ര ശക്തമായ കഴിഞ്ഞ 6-7 വർഷക്കാലത്തിനിടയ്ക്ക് ഇത്ര ശക്തമായ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ ഒരു വിധിന്യായത്തിലൂടെയുള്ള ഒരു മറുപടി ഒരു കേന്ദ്ര ഗവൺമെന്റ് ഇത് അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റിനായിട്ട് അതിൽ തന്നെ പറയുന്നത് സുപ്രീം കോടതി ഇത്തരത്തിലേക്കുള്ള വാചകങ്ങൾ നേരത്തെ ബഹുമാന്യ എം പി ബ്രിട്ടാസ് സൂചിപ്പിച്ചതുപോലെ വളരെ വളരെ സാധാരണഗതിയിൽ കേൾക്കാൻ സാധ്യതയില്ലാത്ത ചില വാചകങ്ങൾ, എന്നാൽ വളരെ മൈൽഡായിട്ട് ശബ്ദത്തിൽ അദ്ദേഹം അറിയാലോ, നമുക്ക് ഈ ബഹുമാന്യ ചീഫ് ജസ്റ്റിസിന്റെ ഒരു സ്വഭാവം, അദ്ദേഹം അങ്ങനെ ഹാർഷായിട്ടൊന്നും സംസാരിക്കുന്ന ആളല്ല. പക്ഷെ വളരെ നിർണായക ഘട്ടത്തിൽ വളരെ അതിശക്തമായ നിലപാടുകൾ കൊണ്ട് നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള നിലപാടുകൾ നിന്നുകൊണ്ടാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ആദ്യത്തെ ആ പാരഗ്രാഫിൽ ആദ്യത്തെ വാചകങ്ങളിൽ ഹർജി എന്തുകൊണ്ട് പരിഗണിച്ചു എന്നുള്ളതിനെ കുറിച്ച് പോലും വളരെ വിശദമായിട്ടുള്ള ഒരു മറുപടി നൽകിയിട്ടുണ്ട്. ഞങ്ങൾ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഏതാനും പേര് വന്നിരുന്ന ഒരു സംഗതി ആയിരുന്നെങ്കിൽ ഞങ്ങൾ തിരിച്ചില്ലായിരുന്നു. പക്ഷെ ഇന്ത്യയിലെ പല രീതിയിലും ഇതിനകത്തുള്ള അഫക്റ്റഡ് പാർട്ടീസിനെയും കൂടി ബാധിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ അവർ കൂടി വരുമ്പോൾ ഇന്ത്യയിലെ പൗരന്മാരുടെ സ്വകാര്യത സംരക്ഷിക്കുക എന്നുള്ള ലാർജർ ഇൻട്രസ്റ്റില് ആളുകൾ എത്തുമ്പോൾ നമുക്ക് അതിന് കൈകഴുകി മാറി നിൽക്കാൻ കഴിയില്ല. ഒരു കോടതിക്ക് ഒരു മ്യൂട്ട് സ്പെക്ടേറ്റർ എന്നുള്ള വാചകമാണ് ഉപയോഗിച്ചത്. പൗരാവകാശങ്ങൾ നഗ്നമായി ലംഘിക്കപ്പെടുമ്പോൾ കോടതിക്ക് കൈകെട്ടി നിൽക്കാൻ കഴിയില്ല. അതിന് രാജ്യരക്ഷ എന്ന ഒരു കന്മതിൽ തീർത്തുകൊണ്ട് എല്ലാ അവകാശങ്ങളും എടുത്തു മാറ്റണം എന്ന് പറയുന്നത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് വളരെ സ്പെസിഫിക് ആയിട്ട്, അതായത് ബഹുമാനായ സോളിസിറ്റർ ജനറൽ ഉയർത്തിയ എല്ലാ വാദങ്ങൾക്കും സുപ്രീം കോടതി ഇന്നത്തെ ഈ പറയുന്ന വളരെ ഷോർട്ട് 45 ജഡ്ജ്മെന്റ് മാത്രം, വലിയ ജഡ്ജ്മെന്റ് മാത്രം, ഫൈനൽ ജഡ്ജ്മെന്റും അല്ല. കേന്ദ്രത്തിന്റെ ഈ നിലപാട്, അതായത് വി ഹാഡ് മെയ്ഡ് ഇറ്റ് ക്ലിയർ ടു ദ ലേൺഡ് സോളിസിറ്റർ ജനറൽ ഓൺ മെനി ഒക്കേഷൻസ്, പല ഒക്കേഷൻസിലും that we would not push the respondent Union of India to provide any information that may affect the national security concerns of the country. ഈ ദേശ സുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങളൊന്നും വേണ്ട, പക്ഷേ മറ്റു കാര്യങ്ങൾ നൽകുമെന്ന് പല ഒക്കേഷൻസിലും പറഞ്ഞിട്ടും കേന്ദ്രം തങ്ങൾക്ക് വിവരങ്ങൾ നൽകാൻ തയ്യാറായില്ല എന്ന് സുപ്രീം കോടതി നിരാശ പ്രകടിപ്പിക്കുന്നത് തന്നെയും കേന്ദ്രത്തിനെതിരായിട്ടുള്ളൊരു കേന്ദ്രത്തിനെതിരായ നിലപാട് തന്നെയല്ലേ അത്? തീർച്ചയായും ഇന്ന് മാത്രമല്ല സനീഷ്, ഈ പറയുന്ന ഈ വിധിന്യായത്തിൽ മാത്രമല്ല, നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ കാത്തിരുന്നു. റിപ്പീറ്റ് ഈ ലിമിറ്റഡ് അഫിഡവിറ്റ് പോരാ, ഞങ്ങൾക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാം, നിങ്ങൾക്ക് പറയാൻ ഇന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല, അതുകൊണ്ട് പറയണ്ട. പക്ഷേ നിങ്ങൾ എന്ത് നടപടിയെടുത്തു? ഇത് ഇങ്ങനെ ഒരു സംഗതി നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് ഈ രാജ്യത്തെ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമാണ് ചെയ്തത് എന്നൊക്കെയുള്ള വിശദമായ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു. 2-3 പ്രാവശ്യം അതിനു വേണ്ടി മാറ്റിവെച്ചു. എന്നാലും അതേ നിലപാടുമായിട്ടാണ് സോളിസിറ്റർ കോടതിയിൽ വന്നത്. അതേ തുടർന്നാണ് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യേണ്ടി വരും എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് സുപ്രീം കോടതിയെ ഒന്നും ബോധിപ്പിക്കാൻ കഴിയില്ല, രാജ്യത്തെ പരമോന്നത കോടതിയെ ഞങ്ങൾക്കൊന്നും ബോധിപ്പിക്കാൻ കഴിയില്ല, പക്ഷെ ഞങ്ങൾ നിശ്ചയിക്കുന്ന ഒരു കമ്മിറ്റിയെ ഈ കാര്യങ്ങൾക്കൊക്കെ ബോധിപ്പിക്കാം എന്നുള്ള ഏറ്റവും വിചിത്രവും അത്ഭുതാവഹമായിട്ടുള്ളൊരു നിലപാടാണ് സുപ്രീം കോടതിയിൽ ഇവർ സ്വീകരിച്ചത്, ഈ സോളിസിറ്റർ സ്വീകരിച്ചത്. അതിന്റെ ഓരോ പോയിന്റ്സും ഇന്ന് സുപ്രീം കോടതിയിൽ വളരെ കൃത്യമായ രീതിയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി പിന്നെ സുപ്രീം കോടതിനെ ആരും ഒന്നും പറയേണ്ട കാര്യമില്ല. സുപ്രീം കോടതി അതിനകത്ത് അവർ ഈ വിഷയത്തിൽ എടുക്കുന്നത് ഒരു ലാർജർ ഇൻട്രസ്റ്റ് ആണ്. ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനും ഈ സൈബർ സെക്യൂരിറ്റി പോലുള്ള കാര്യങ്ങൾ ശക്തമാക്കുന്നതിനും വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും കൂടി ഈ രാജ്യത്ത് അവൈലബിൾ ആയി നിന്ന് സുപ്രീം കോടതിക്ക് കിട്ടിയ വിവരത്തിൽ ഉള്ള അവർ
ഒരു സാങ്കേതിക സമിതിയെയും കൂടിയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന് നമുക്കറിയാം ജസ്റ്റിസ് ആർ വി രവീന്ദ്രൻ എന്നുള്ളത് വളരെ ആക്സെപ്റ്റബിൾ ആയ സ്വീകാര്യനായ ഒരു അദ്ദേഹത്തിന് നേരത്തെ ജോൺ ബ്രിട്ടാസ് MP വളരെ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചെങ്കിലും ഈ വിവരങ്ങൾ ഇത്രയും കാര്യങ്ങൾ സുപ്രീം കോടതിന് മുമ്പിൽ കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്ന എനിക്ക് അക്കാര്യത്തിൽ ചെറിയ വളരെ പ്രധാനപ്പെട്ട ഒരു ആശങ്കയുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ ജയമോഹൻ, താങ്കളിലേക്ക് വരാം. ശ്രീ ജെ ദേവരാജ്, ഇവിടെ ഞാൻ നേരത്തെ ശ്രീ വികാസിനോടും ചോദിച്ചിരുന്നു. അതായത് വളരെ അഡമൻ്റായുള്ള നിലപാട് കേന്ദ്രത്തിന് മുമ്പാകെ സ്വീകരിച്ച, പലതവണ പല ഒക്കേഷൻസിൽ കോടതി ആവശ്യപ്പെട്ടിട്ടും കൊടുക്കാതിരുന്ന വിവരങ്ങൾ ഇങ്ങനെ ഒരു വിദഗ്ധ സമിതി നിയോഗിച്ചപ്പോൾ, രൂപീകരിച്ചപ്പോൾ അവർക്ക് കേന്ദ്രം കൈമാറും എന്ന് എങ്ങനെയാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുക? ഇക്കാര്യത്തിന് വളരെ ശുഭാപ്തി വിശ്വാസത്തോടുള്ള മറുപടിയാണ്, അങ്ങനെ ഇക്കാര്യങ്ങളെ തള്ളിക്കളയാൻ സാധ്യമല്ല കേന്ദ്രത്തിന് ഈ ഭരണഘടന അനുസരിച്ച് എന്ന മറുപടിയാണ് ശ്രീ ജോൺ ബ്രിട്ടാസ് MP നൽകിയത്. പക്ഷേ അപ്പോഴും ആ സംശയം തീരുന്നില്ല. ഇത്രക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടും സുപ്രീം കോടതിക്ക് വിവരങ്ങൾ കൊടുക്കാൻ തയ്യാറാകാത്തതിൽ കേന്ദ്രത്തിന് അക്കാര്യത്തിൽ എന്തോ ഒളിച്ചു വെക്കാൻ അത്രമേലുണ്ട് എന്നത് വ്യക്തമാണല്ലോ. അങ്ങനെയെങ്കിൽ ഈ വിദഗ്ധ സമിതിക്ക് ഈ കാര്യങ്ങൾ പരിശോധിച്ചറിയാൻ, അന്വേഷിക്കാൻ മാത്രമുള്ള വിവരങ്ങൾ എങ്ങനെ ലഭിക്കും? കേന്ദ്രം കൊടുക്കുമോ അത്? അല്ല, എന്നോടാണ് ചോദ്യം ശ്രീ ദേവരാജിനോടാണ്. താങ്കളോടാണ്. അതെ, ഞാന് ഇന്ന് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ഈ സുപ്രധാനമായ വിധിയെ സ്വാഗതം ചെയ്യുന്നത് മാത്രമല്ല, ഇത് ഐതിഹാസികമായ ഒരു വിധിയാണെന്ന് കൂടി ഞാൻ പറയും. മറ്റൊന്നും കൊണ്ടല്ല. കഴിഞ്ഞ 6-7 വർഷക്കാലമായി നമ്മുടെ സുപ്രീം കോടതിയിൽ നിന്നും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉന്നത കോടതികളിൽ നിന്നുമൊക്കെ പുറത്തു വന്നിട്ടുള്ള ചില വിധി ന്യായങ്ങൾ വായിക്കുമ്പോൾ പൗരാവകാശം സംരക്ഷിക്കുന്ന കാര്യത്തിലും ജനാധിപത്യം സംരക്ഷിക്കുന്ന കാര്യത്തിലും പൗരസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്ന കാര്യത്തിലും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്കും ചില കണ്ണടച്ചിലുകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് വളരെ വലിയ രീതിയിൽ നമ്മളൊക്കെ ആശങ്കപ്പെട്ടിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ശ്രീ രമണ ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷം സുപ്രീം കോടതിയിൽ നിന്നിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിധിയെ നമ്മൾ ഐതിഹാസികം അല്ലെങ്കിൽ ചരിത്രപരമെന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സനീഷ് ഇവിടെ ചോദിച്ച ചോദ്യത്തിന് നിശ്ചയമായിട്ടും രാജ്യത്തിൻ്റെ പരമോന്നത കോടതി ഒരു വിഷയത്തിൻ്റെ വസ്തുത, അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഈ എക്സ്പേർട്ട് കമ്മിറ്റിക്ക് മുമ്പാകെ നിശ്ചയമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് രേഖകൾ കൊണ്ട് ചെന്നേ മതിയാവുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവരെത്തിച്ചേ മതിയാവുകയുള്ളൂ. 1-2 കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ചയിൽ വന്നു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് വിശദീകരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. 1 മിനിറ്റ് സമയം എനിക്ക് തരിക. ഒന്ന്, ശ്രീ നാരായണൻ നമ്പൂതിരി അദ്ദേഹം ഇവിടെ പറഞ്ഞത് ഒരു മൺസൂൺ സെഷൻ, പാർലമെന്റിന്റെ ഒരു സെഷൻ പൂർണ്ണമായും അലങ്കോലപ്പെട്ടത് പ്രതിപക്ഷത്തിന്റെ ഇടപെടൽ മൂലമാണ് എന്നാണ്. പ്രതിപക്ഷത്തെ കൂടിയാണ് ജനങ്ങൾ പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കും തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം, അല്ലാതെ ഭരണപക്ഷത്തെ മാത്രമല്ല. അതുകൊണ്ട് തന്നെ ഭരണപക്ഷം എടുക്കുന്ന തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുവാൻ, ആ തീരുമാനങ്ങൾ എതിർപ്പറിയിക്കുവാനുള്ള അവകാശം പ്രതിപക്ഷത്തിനുണ്ട് എന്നുള്ളതാണ് ജനാധിപത്യം കൽപ്പിച്ചു നൽകിയിട്ടുള്ള അവകാശം. അത് വെച്ചുകൊണ്ടാണ് ഈ പെഗാസസ് എന്ന് പറയുന്ന ഇസ്രയേലി ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണായ മാധ്യമങ്ങളെയും മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാരെയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെ വിമർശിക്കുന്ന എഴുത്തുകാരെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ഒക്കെ ഫോൺ വിവരങ്ങൾ ചോർത്തുവാൻ ഗവൺമെൻറ് ശ്രമിച്ചുവെന്ന ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ 10-20 അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ കൺസോർഷ്യം പുറത്തുവിട്ടത്. ഇതേതെങ്കിലും ഒരു സ്വാർത്ഥ താല്പര്യം വെച്ചുകൊണ്ട് ആരെങ്കിലും പുറത്തു കൊണ്ടുവന്ന ഒരു വിവരമല്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ വിവരത്തെ പുറത്തു കൊണ്ടുവന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റിൽ എന്താണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്? ഒന്നുകിൽ സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടത്തുക, അല്ലെങ്കിൽ ഒരു JPC രൂപീകരിക്കുക, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി രൂപീകരിക്കുക. അങ്ങനെ രൂപീകരിച്ച് ഇത്തരം വിഷയങ്ങൾ, ഇതുപോലെയുള്ള വിഷയങ്ങൾ, സമാന സ്വഭാവമുള്ള വിഷയങ്ങൾ പരിശോധിച്ചിട്ടുള്ള, അന്വേഷിച്ചിട്ടുള്ള പാരമ്പര്യം നമുക്കുണ്ടല്ലോ. അതിനുള്ള വകുപ്പുകൾ നമ്മുടെ പാർലമെന്ററി പ്രൊസീഡിങ്സിൽ ഉണ്ടല്ലോ. അതനുസരിച്ച് ഒരു അന്വേഷണമാണ് ആവശ്യപ്പെട്ടത്. ഈ വിഷയത്തിൽ ഒരു അന്വേഷണവും നടത്തുവാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന പിടിവാശിയാണ് കേന്ദ്ര ഗവൺമെന്റ് കാണിച്ചത്. ഈ വിഷയത്തിൽ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു ദുർവാശിയാണ് ഗവൺമെന്റ് കാണിച്ചത്. അതേസമയം നിങ്ങൾ പെഗാസസിന്റെ ചാര സോഫ്റ്റ്വെയർ വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ശ്രീ രവിശങ്കർ പ്രസാദ് എന്ന് പറഞ്ഞ മന്ത്രി പറഞ്ഞ മറുപടി എന്താണ്? പല ഗവൺമെന്റുകളും പെഗാസസ് ചാര സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്നാണ്. ചോദ്യം എന്താണ്? നിങ്ങൾ വാങ്ങിയിട്ടുണ്ടോ എന്നാണ്.
ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന വ്യക്തമായ ഒരു മറുപടി പറയാൻ മന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം വാങ്ങിയിട്ടുണ്ട് എന്നാണ്. ഈ പെഗാസസ് എന്ന് പറയുന്ന ഈ ചാര സോഫ്റ്റ്വെയറിന്റെ കമ്പനിയുടെ ഒരു പൊതു സ്വഭാവം എന്താണ്? അവർ ഈ ചാര സോഫ്റ്റ്വെയർ വ്യക്തികൾക്കോ സ്വകാര്യ കമ്പനികൾക്കോ സ്വകാര്യ ഏജൻസികൾക്കോ നൽകാറില്ല. ഗവൺമെന്റിനോ ഗവൺമെന്റ് ഏജൻസികൾക്കോ നൽകാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഗവൺമെന്റ് വാങ്ങിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. അതാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇത് നിങ്ങൾ ആവർത്തിച്ച് നിങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു. 2019 മുതൽ നിങ്ങളോട് ആവശ്യപ്പെടുകയായിരുന്നു. എന്നിട്ടും നിങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടി നൽകാൻ പോലും കഴിഞ്ഞിട്ടില്ല. അത് ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ജോലിഭാരം കുറഞ്ഞേനെ എന്നാണ്. ഒരു വാചകം കൂടി സുപ്രീം കോടതി പറഞ്ഞു. ഇന്ന് ജോർജ് ഓർവെല്ലിന്റെ 1984 എന്ന പുസ്തകത്തിൽ ഒരു വാചകം കൂടി അവർ കോട്ട് ചെയ്തു. നിങ്ങൾക്കൊരു രഹസ്യം സൂക്ഷിക്കാനുണ്ടെങ്കിൽ അത് ആദ്യം സൂക്ഷിക്കേണ്ടുന്നത് അല്ലെങ്കിൽ മറച്ചു പിടിക്കേണ്ടത് നിങ്ങളിൽ നിന്ന് തന്നെ ആയിരിക്കണം. എന്താണ് കോടതി ഉദ്ദേശിച്ചെന്ന് വ്യക്തമാണല്ലോ അതിൽ നിന്ന്. നിങ്ങൾക്ക് മറച്ചു പിടിക്കാനുണ്ട് എന്നാണ്. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീ നാരായണൻ നമ്പൂതിരി, ഒരു വ്യക്തമായ മറുപടി നൽകാൻ ഒരു ഘട്ടത്തിലും കേന്ദ്രം തയ്യാറാകാഞ്ഞത് തന്നെ കള്ളത്തരമുണ്ട് എന്നതിന് തെളിവായിട്ട് നാട്ടുകാർ എടുക്കുകയില്ലേ? അതിപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമിതിയുടെ അന്വേഷണത്തിലൂടെ ആ കള്ളത്തരമല്ലേ പുറത്തേക്ക് വരിക? ആ അർത്ഥത്തിൽ കേന്ദ്രത്തിന് വലിയ തിരിച്ചടിയല്ലേ ഇത് എന്ന ചോദ്യം ഞാൻ ആവർത്തിക്കും. ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ നാരായണൻ നമ്പൂതിരി, കേന്ദ്രം ശരിയല്ലാത്ത നിലപാടെടുത്തു. സുപ്രീം കോടതി അക്കാര്യത്തിൽ തിരുത്തൽ വരുത്തിയിരിക്കുന്നു. ഇതാണ് പൊതുവിലുള്ള നിലപാട്. താങ്കൾക്കെല്ലാം ചേർത്ത് മറുപടി പറയാം. ഇതിലിപ്പോ കേന്ദ്രം ലിമിറ്റഡ് അഫിഡവിറ്റ് കൊടുത്തപ്പോ കേന്ദ്രത്തിന് വേണമെങ്കിൽ എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യാവുന്നതാണെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ലിമിറ്റഡ് അഫിഡവിറ്റ് കൊടുത്തത്. കേന്ദ്രം ആദ്യം തൊട്ടെടുത്ത നിലപാട് ഇതൊരു എക്സ്പോർട്ട് കമ്മിറ്റിയുടെ മുമ്പിൽ അവതരിപ്പിക്കാം ഒന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് സുപ്രീം കോടതിയിൽ അത് ഓപ്പൺ ഡിസ്കഷനിൽ കൊണ്ടുവന്ന് ഇപ്പൊ ഇവിടെ ദേവരാജൻ സഖാവ് ചോദിച്ചല്ലോ, പാർലമെന്റിൽ ഉന്നയിച്ച ചോദ്യം, നിങ്ങൾ പെഗസാസ് ഉപയോഗിച്ചിട്ടുണ്ടോ? അത് തന്നെയാണ് ഇതിലെ കാതലായ ഇഷ്യൂ. പെഗസാസ് ഉപയോഗിച്ചിട്ടുണ്ടോ, ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആൻസർ. ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അഫക്റ്റഡ്, ഇത് ആരെ ഉദ്ദേശിച്ചാണോ ഇത് വാങ്ങിച്ചിരിക്കുന്നത്? തീവ്രവാദികൾ, മാവോയിസ്റ്റുകൾ അടങ്ങുന്ന ആളുകൾ, ആന്റി നാഷണലിസ്റ്റ്. ആ ആന്റി നാഷണലിനെ സർവിലൻസിൽ വയ്ക്കാനുള്ള ഇപ്പൊ പെഗസാസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള സംവിധാനം അവർക്കുണ്ടാവും. അപ്പൊ ഇപ്പൊ എല്ലാ രാജ്യങ്ങളും സർവിലൻസ് നടത്താറുണ്ട്. എല്ലാ രാജ്യങ്ങൾക്കും അതിനുള്ള ഭരണഘടനാപരമായി ഓരോ രാജ്യവും ഭരണഘടനാപരമായി ആ അവകാശം പ്രിസർവ് ചെയ്യുന്നുണ്ട്. അതിന് നിയമങ്ങളുമുണ്ട്. അപ്പൊ ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ സർവിലൻസ് വെക്കണമെങ്കിൽ, ഒരാളെ നിരീക്ഷിക്കണമെങ്കിൽ, ഒരാളുടെ മെസ്സേജ് നിരീക്ഷിക്കണമെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും രാജ്യങ്ങൾക്കും യൂണിയനും കേന്ദ്ര സർക്കാരിനും അവകാശമുണ്ട്, അല്ലെങ്കിൽ കേന്ദ്രത്തിനും അവകാശമുണ്ട്. എല്ലാ സംസ്ഥാനത്തിലും ഇത്തരം നിരീക്ഷണങ്ങൾ, കേരളത്തിലടക്കം ഇത്തരം നിരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ആ നിരീക്ഷണങ്ങൾ ഏത് എക്വിപ്മെന്റ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് പരസ്യപ്പെടുത്തിയാൽ ആ എക്വിപ്മെന്റിനെ മറികടക്കാനുള്ള സംവിധാനം ഈ ആർക്കാണോ ഇത് മറികടക്കേണ്ട ആവശ്യമുള്ളത് അവരുണ്ടാക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുന്നത് രാജ്യസുരക്ഷയെ ബാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ഇനി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്നതല്ല എന്നാണ് പറയുന്നത്. അല്ല, ഒരു നിമിഷം ശ്രീ നാരായണ നമ്പൂതിരി, ഒരു ചോദ്യം അതോട് ചേർത്ത്. ഞാൻ നേരത്തെ വായിച്ചതാണത്. സുപ്രീം കോടതിയുടെ ഉത്തരവിൽ തന്നെ ഉണ്ട്. അതായത് സോളിസിറ്റർ ജനറലിനോട് ഞങ്ങൾ പറഞ്ഞു, ഈ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്കറിയാം, മറ്റു വിവരങ്ങൾ തരൂ എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് താങ്കൾ ഈ പറയുന്നത് പോലെ തീവ്രവാദികൾക്കെതിരായിട്ടും മറ്റും പെഗാസസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സുപ്രീം കോടതി സംവിധാനമല്ലേ ചോദിക്കുന്നത്? നമ്മുടെ നാട്ടിലെ ഏറ്റവും ഉന്നത നീതിന്യായ പീഠം കൊടുക്കാവുന്ന വിവരങ്ങൾ കൊടുക്കാമല്ലോ. അതുപോലും തരാത്തത് കൊണ്ടല്ലേ കോടതി ഇപ്പോൾ ഇങ്ങനെയൊരു പരാമർശം അതിനകത്ത് നടത്തിയത്. കേന്ദ്രമന്ത്രിമാരെ, പ്രതിപക്ഷ നേതാക്കളെ, മുൻ ജസ്റ്റിസുമാരെ ഒക്കെ നിരീക്ഷിച്ചതിന് കാരണം പറയേണ്ടി വരുമെന്നതുകൊണ്ടല്ലേ ഇത് പറയാതിരിക്കുന്നത്? സനീഷേ, കേന്ദ്ര സർക്കാർ കൊടുത്ത ലിമിറ്റഡ് അഫിഡവിറ്റിൽ നിയമവിരുദ്ധമായി ആരെയും നിരീക്ഷിച്ചിട്ടില്ല എന്ന് വളരെ സ്പെസിഫിക് ആയി പറയുന്നിട്ടുണ്ട്. 2, സോളിസിറ്റർ ജനറൽ വളരെ സ്പെസിഫിക് ആയി ഈ കപിൽ സിബൽ വാദത്തിന്റെ ഇടയിൽ, പ്രിയപ്പെട്ട ജയ്മോൻ ആൻഡ്രൂസ് എല്ലാം നിരീക്ഷിച്ചിരുന്ന ആളാണല്ലോ ഈ കോടതിയിൽ ഈ നടന്ന വാദത്തിന്റെ ഇടയിൽ കപിൽ സിബലിന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ പെഗസാസ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയൂ. ശരിയാണല്ലോ, ഈ എക്യുപ്മെന്റ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ, ഇന്ത്യൻ സർക്കാർ വാങ്ങിയിട്ടുണ്ടോ, ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയും. അതാണ് ആവശ്യം. അതുകൊണ്ടാണ് അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. കാരണം അന്നേരം സോളിസിറ്റർ ജനറൽ പറഞ്ഞു, ഇന്ന എക്യുപ്മെന്റ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ
അതിന്റെ സംവിധാനങ്ങളെ ഓവർകം ചെയ്യാനുള്ള, മറികടക്കാനുള്ള ടെക്നിക്കൽ എക്സ്പേർട്സ് ഈ ടെററിസ്റ്റിനും ആന്റി നാഷണലിസ്റ്റിനും ഉണ്ടാവും. അതിനുള്ള സംവിധാനമുണ്ട്. അവിടെ ഒരു പ്രശ്നം, അവിടെ വളരെ സാധാരണ ലോജിക്ക് വെച്ച് നോക്കിയാൽ തന്നെയും താങ്കൾ ഈ പറയുന്നത് വസ്തുതാപരമാകുമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ വിവരം അന്തരീക്ഷത്തിലേ ഇല്ലായിരുന്നുവെങ്കിൽ. പക്ഷേ ഇതിനകം ഈ പറയുന്ന പ്രൊജക്ട്, പെഗാസസ് പ്രൊജക്ട്, വലിയ മാധ്യമ സ്ഥാപനങ്ങൾ ചേർന്ന് ഇതിനകത്തെ വിവരങ്ങൾ പുറത്തേക്ക് വലിച്ചിട്ടിരുന്നു. ഇന്ത്യ ഉപയോഗിച്ചിട്ടുണ്ട്, പെഗാസസ് സോഫ്റ്റ്വെയർ പല രാജ്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, 1000-ഓളം ആളുകളെ നിരീക്ഷണ വലയത്തിന് വെച്ചിരുന്നു എന്നൊക്കെ വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. പിന്നെ ചോദ്യം ചോദിക്കുമ്പോൾ സുപ്രീം കോടതിയോടെങ്കിലും ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയാനുള്ള ഉത്തരവാദിത്വം അങ്ങനെയുണ്ടോ? കേന്ദ്ര സർക്കാരിന് മാത്രം അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് മാത്രം ഒരു രാജ്യത്തിന്റെ വിവരങ്ങൾ കൈവശം വെക്കാൻ അവകാശമുണ്ടോ? ജനാധിപത്യമല്ലേ? അല്ല, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണോ? അത് ന്യൂസ് 18 എവിടെ നിന്ന് പിടിച്ച പാടവാ? അല്ലല്ല, സുപ്രീം കോടതി ചോദിക്കുന്ന വിവരങ്ങൾ കൊടുക്കുന്നത് ഡിസ്ക്ലോസ് ചെയ്യുക എന്നതാണോ? പരസ്യപ്പെടുത്തുക എന്നതും സുപ്രീം കോടതിക്ക് അഫിഡവിറ്റ് കൊടുക്കുക എന്നതും രണ്ടാണ്. ശ്രീ നാരായണ നമ്പൂതിരി, താങ്കളാണ് അഭിഭാഷകൻ, ഞാനല്ല. ചില നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ കൈവശം വയ്ക്കേണ്ട രഹസ്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ, അതാണല്ലോ സാർ സത്യപ്രതിജ്ഞ. അങ്ങനെയാണെങ്കിൽ ശ്രീ നാരായണ നമ്പൂതിരി, ഈ സുപ്രീം കോടതി വിധിയെ നിങ്ങൾ സ്വാഗതം ചെയ്യരുത്, എതിർക്കണം. എന്നെ പറയാൻ അനുവദിക്കേണ്ട സനീഷ്. സത്യപ്രതിജ്ഞ എന്താ? ഒരു മന്ത്രി എന്നുള്ള നിലയിൽ, ഈ രാജ്യത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എന്റെ മുമ്പിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ ഡിസ്ക്ലോസ് ചെയ്യരുതാത്ത കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യില്ല, അത് എന്റെ ഉള്ളിൽ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞാണല്ലോ സത്യപ്രതിജ്ഞ എടുക്കുന്നത്. എന്നാൽ പിന്നെ എന്തിനാണ് അങ്ങനെ സത്യപ്രതിജ്ഞ? അങ്ങനെയാണെങ്കിൽ ശ്രീ നാരായണ നമ്പൂതിരി, അങ്ങനെയാണെങ്കിൽ ഈ സുപ്രീം കോടതി വിധിയെ നിങ്ങൾ എതിർക്കണം. സുപ്രീം കോടതി അതിര് വിട്ടിരിക്കുന്നു എന്ന് പറയണം കേന്ദ്ര സർക്കാരും BJP-യും. പക്ഷെ അങ്ങനെയല്ല പറയുന്നത്, നിങ്ങൾ സ്വാഗതം ചെയ്തിരിക്കുകയാണ്, ഇപ്പോൾ വിവരം കൊടുക്കാൻ തയ്യാറാണ്. എന്താണോ ആഗ്രഹിച്ചത് അത് നടന്നതിന് ഞങ്ങൾക്ക് എന്താണ്? ശ്രീ നാരായണ നമ്പൂതിരി ഓരോരിക്കലും ഓരോ നിലപാടാണ്. അല്ലല്ല, ദേവരാജൻ പറഞ്ഞു കോർട്ട് മോണിറ്റേഡ് എൻക്വയറിയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അത് പറഞ്ഞ് കോടതിയിൽ പോയി. അവർ കോടതിയിൽ ഹർജി കൊടുത്തിട്ടും പാർലമെന്റ് സ്തംഭിപ്പിച്ചല്ലോ. അവർ കോടതിയിൽ ഈ ഹർജി നിലനിൽക്കുമ്പോൾ പാർലമെന്റ് സ്തംഭനമാണല്ലോ നടത്തിക്കൊണ്ടിരുന്നത്. കോർട്ട് മോണിറ്റേഡ് എൻക്വയറി ആയിരുന്നെങ്കിൽ ആ കോടതിയിൽ പോയാൽ മതിയല്ലോ. കോടതിയിൽ എനിക്ക് ഒറ്റ സംശയം കൂടെ ഞാൻ ചോദിച്ചിട്ട് ഇനി ഒറ്റ കാര്യം കൂടി നിങ്ങൾ പറഞ്ഞു 2019 മുതൽ ഈ ചർച്ച നടക്കുന്നുണ്ട്. 2018 ബിനോയ് വിശ്വം സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തു. ഈ ഗൂഗിൾ അടക്കമുള്ള മണി ട്രാൻസാക്ഷന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഇൻഫർമേഷൻ മുഴുവൻ ഈ പെഗസാസ് ചോർത്തുന്നു വാട്സപ്പ് വഴി. സുപ്രീം കോടതി ബിനോയ് വിശ്വം ഒരു കേസ് കൊടുത്തു. ജയ്മോൻ ആൻഡ്രൂസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അന്ന് വാട്സപ്പിന് വേണ്ടി ജയ്മോൻ ആൻഡ്രൂസ് കപിൽ സിബൽ അല്ലേ ഹാജരായത്? അല്ലെ സാർ? താങ്കൾ എല്ലാത്തിനെയും കുഴക്കുകയാണല്ലോ. അല്ല, കുഴക്കില്ല. അന്ന് കപിൽ സിബൽ പറഞ്ഞത് എന്താ? വാട്സപ്പിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ പറഞ്ഞത് അത്തരം ഒരു ചോർത്തൽ നടന്നിട്ടില്ല എന്നാണ്. 2019 സുപ്രീം കോടതിയിൽ കപിൽ സിബലിന്റെ സബ്മിഷനാണ് വാട്സപ്പിന് വേണ്ടി. വാട്സപ്പിന്റെ കോടതി ഇപ്പൊ പറയുന്നത് വാട്സപ്പ് ചോർത്ത് വന്ന എന്ത് നടപടി? വാട്സപ്പിന് വേണ്ടി ഹാജരായ ഇന്നത്തെ പെറ്റീഷർക്ക് വേണ്ടി ഹാജരായ കപിൽ സിബലിന്റെ നിലപാടായിരുന്നു അത്. ശരി, ഞാൻ കുഴക്കുകയല്ലോ. ഇത് ചരിത്രമല്ലേ, ഇത് കോടതിയിൽ രേഖകളല്ലേ, എനിക്കെങ്ങനെ മാറ്റി പറയാൻ വെക്കും? 2018 സാഹചര്യമല്ല 2020 ഈ വിവരം ലോകരാഷ്ട്രങ്ങൾ പുറത്തുവിട്ടതിന് ശേഷം ഉണ്ടായത് എന്ന കാര്യം നമ്മുടെ മുന്നിലുണ്ട്. ശ്രീ ജയ്മോൻ ആൻഡ്രൂസ്, അതിനുള്ള മറുപടി എന്താണ്? ഈ BJP-കാർ പറയുന്ന ന്യായീകരണ വാദങ്ങൾ എന്തുകൊണ്ടാണ് സുപ്രീം കോടതി മുഖവിലേക്ക് എടുക്കാഞ്ഞത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഈ പറയുന്ന പോലെ കപിൽ സിബൽ വേറൊരു കേസിൽ വേറൊരു വാദം എടുത്തിട്ടുണ്ടോ? കപിൽ സിബൽ അല്ലല്ലോ പെറ്റീഷണർ. കപിൽ സിബല് എനിക്കൊന്ന് എൻറാമിന് വേണ്ടി ഹാജരായ ലോയറാണ്. നമ്മളൊക്കെ വക്കീൽ പണി എടുക്കുന്നവരാണ്. നമ്മൾ ഒരു കേസിൽ എടുക്കുന്ന വാദം മറ്റേ കേസിൽ എടുക്കുന്നതൊക്കെ സാധാരണ. ഈ കേസിൽ അങ്ങനെ ഒരു വാദം എടുത്തുള്ളതായിട്ട് എനിക്കറിയില്ല. വിനോദ് എടുത്ത കേസ് ഈ പറഞ്ഞ പോലെ ഒന്നും അല്ലെന്നാണ് എനിക്കറിയാവുന്നത്. പക്ഷെ ഞാനിപ്പോ അതില്ല നമ്മുടെ വിഷയം എന്നുള്ളതുകൊണ്ട് എനിക്ക് ഒരു പൊളിറ്റിക്കൽ ഒരു തർക്കത്തിലേക്ക് പോകാൻ തീരെ താല്പര്യമില്ലാത്തതുകൊണ്ടും ഞാൻ ഈ നമ്മുടെ ഈ അഞ്ചാമത്തെ നിർദ്ദേശം, ടേംസ് ഓഫ് റെഫറൻസിലെ 5ാമത്തെ നിർദ്ദേശം ഒന്ന് ഞാൻ ഇവിടെ വായിക്കുകയാണ്. ഞാനൊരു ഒരൊറ്റ മിനിറ്റ്. ഇഫ് എനി ഗവൺമെന്റ് ഏജൻസി ഹാസ് യൂസ് ദ പെഗാസസ് സ്യൂട്ട് spyware of the citizens of country, under what law, rule, guidance, protocol, law and procedure was such deployment? ഈ ചോദ്യമാണ്. നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദ്യം ചോദിച്ചാൽ ആരും അവിടെ നിർത്തുകയല്ല ചെയ്തത്. അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ, സ്പൈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് റൂളിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഒരു കോടതി, സുപ്രീം കോടതി ഇന്നൊരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുപ്രീം കോടതി വിധി അംഗീകരിക്കുന്നവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു കമ്മിറ്റിക്ക് അല്ലെങ്കിൽ ഒരു സുപ്രീം കോടതി ജഡ്ജിമാർക്കെങ്കിലും ഇതിന്റെ വിവരങ്ങൾ കൈമാറാം എന്ന
നിലപാടിലേക്ക് എത്തിച്ചേരേണ്ടതില്ലേ? അത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. നിങ്ങൾ ഇവരോട് ചോദിച്ചത് ഞങ്ങൾ ഇതിനകത്ത് നേരത്തെ വേറൊരു പോയിന്റും കൂടി ഉണ്ട്. ഞങ്ങൾ ഇതിൽ ഒരു 7 കാരണങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു നിലപാട് എടുക്കേണ്ടി വന്നത് എന്ന് പറയുന്നതിലെ 3ാമത്തെ പോയിന്റ്, നോ ക്ലിയർ സ്റ്റാൻഡ് ടേക്കൺ ബൈ ദി റെസ്പോണ്ടന്റ് യൂണിയൻ ഓഫ് ഇന്ത്യ റിഗാർഡിംഗ് ആക്ഷൻ ടേക്കൺ ബൈ ഇറ്റ്. ഇത് സുപ്രീം കോടതിയുടെ വിധിന്യായത്തിനുള്ള ഈ രാജ്യത്തിന്റെ നാളെ സ്റ്റാറ്റ്യൂട്ട് ബുക്കിൽ നാളെ പിള്ളേരൊക്കെ പഠിക്കാൻ പോകുന്ന അത് മുതൽ വക്കീൽമാരൊക്കെ നാട്ടിലൊക്കെ ഉപയോഗിക്കാൻ പോകുന്ന നിയമമാണ് സുപ്രീം കോടതിയുടെ നിയമം. അപ്പൊ പറയുന്നു ഞങ്ങൾ ഇതെല്ലാം പറഞ്ഞു, എല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെതിരെ റിവ്യൂ കൊടുക്കണം. നിങ്ങൾ ഞങ്ങൾ അങ്ങനെ തരാൻ പറ്റില്ല എന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല എന്ന് പറയണം. ഇത് വിധി സ്വാഗതം ചെയ്യുകയും വിധിയിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം, ഈ വിധിയുടെ മുഴുവൻ ക്രക്സും നിലനിൽക്കുന്നത് സുപ്രീം കോടതി ഞങ്ങൾക്ക് പറയാൻ സൗകര്യം ഇല്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഞങ്ങൾ പറയില്ല. ഇപ്പോൾ അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതേസമയം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വെക്കുന്ന ഒരു കമ്മിറ്റിക്ക് മുമ്പാകെ ഞങ്ങൾ ഈ വിവരങ്ങളൊക്കെ കൊടുത്തോളാം എന്ന് പറയും. അപ്പോൾ പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഞങ്ങൾ ഇന്ന കാര്യങ്ങളുണ്ട്, പ്രൈം ഓഫീസിൽ ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല, ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാം എന്ന കാര്യം, ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്ന കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല, ഇന്ന കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാം എന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ സുപ്രീം കോടതി അതിന്റെ മേലെ നിലപാട് സ്വീകരിച്ചാണ്. ഇവിടെ എന്താ പക്ഷെ ഞങ്ങൾ ഒന്നുമില്ല, ഞങ്ങൾ എല്ലാവരും രാജ്യത്തെ മുഴുവൻ ഡാർക്ക്നെസ്സിൽ നിർത്തുക. ഇത് സുപ്രീം കോടതി വളരെ സ്പെസിഫിക് ആയി പറഞ്ഞു. ഇന്ത്യയിൽ ഇതില് 1ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, 2ാമത്തെ പോയിന്റ്, ദി എൻറ്റയർ സിറ്റിസണറി ഈസ് അഫക്റ്റഡ് ബൈ സച്ച് അലിഗേഷൻ ഡ്യൂ ടു പൊട്ടൻഷ്യൽ ചില്ലിംഗ് എഫക്ട് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെയും ഇത്തരം നിലപാടുകൾ കൊണ്ട് ഇത്തരം ഈ ഒരു സംഭവം കൊണ്ട് തന്റെ സ്വകാര്യത ഹനിക്കപ്പെടുന്നുണ്ടോ? അതാണ് പ്രധാനപ്പെട്ട കാര്യം. വിധിയിൽ വേറൊരു പ്രധാനപ്പെട്ട വാചകം കൂടി ഉണ്ട്. നിങ്ങളെ ഇങ്ങനെ മോണിറ്റർ ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ സാധാരണ ആളുകൾക്ക് സാധാരണഗതി ഈ പറയുന്ന രാജ്യരക്ഷ പോലുള്ള കാര്യങ്ങളല്ല, അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങളല്ല, സാധാരണ ആളുകൾക്ക് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അതിന്റെ മേലെ റെസ്ട്രിക്ഷൻ ഏറ്റെടുക്കുന്നത് ഈ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. അതാണ് അതിലെ കാര്യം. ശ്രീ നാരായണ നമ്പൂതിരി, ശ്രീ ദേവരാജ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ നാരായണ നമ്പൂതിരി, കള്ളത്തരം ഉണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാവുകയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു സുപ്രീം കോടതിക്ക് കൊടുക്കാൻ പറ്റുന്ന വിവരമല്ല ഇത്, അതുകൊണ്ടാണ് കൊടുക്കാത്തത് എന്ന്. പക്ഷേ നിങ്ങൾ കേന്ദ്ര സർക്കാർ തന്നെയും ഒരു സമിതിയെ വെക്കാം എന്ന് പറഞ്ഞു, കോടതിയോട് അങ്ങോട്ട് പറഞ്ഞു. കോടതി ഉത്തരവിൻ്റെ ഭാഗമായിട്ട് ആ സംഗതി നാട്ടുകാരോട് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ നാട്ടുകാർക്ക് മുന്നിൽ അത് പബ്ലിക് ഡൊമൈനിലുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു സമിതിയെ വെച്ച് ഞങ്ങൾ അവർക്ക് വേണമെങ്കിൽ വിവരം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിക്ക് പക്ഷേ ഞങ്ങൾക്കൊരു വിവരവും തരാൻ പറ്റില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് വലിയ തോതിൽ കള്ളങ്ങൾ ഒളിച്ചു വെക്കാനുണ്ട് എന്നതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംഗതി നടത്തിയത് എന്ന കാര്യമെങ്കിലും പറയാമല്ലോ. ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, ഇന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് ചെയ്തത്. പറഞ്ഞില്ല ശ്രീനാരായണ നമ്പൂതിരി? സനീഷേ, നമ്മുടെ രാജ്യത്ത് ടെലഗ്രാഫ് ആക്ട്, ഞാൻ അത്ര വലിയ വക്കീലൊന്നും അല്ല ജയമൺ സർ, ടെലഗ്രാഫ് ആക്ട് എന്ന് പറഞ്ഞ ഒരു നിയമമുണ്ട്. അതിൽ സെക്ഷൻ 5 ആണെന്ന് തോന്നുന്നു. സുപ്രീം കോടതിയിലെ ലോയർ ആയതുകൊണ്ട് അതിപ്പോ പെട്ടെന്ന് ടെലഗ്രാഫ് ആക്ടിലെ ഇന്നാമത്തെ എല്ലാവർക്കും അറിയാനാവുന്നു. ആ ആക്ടിലെ സ്പെസിഫിക് വ്യവസ്ഥ അനുസരിച്ചല്ലാതെ ഒരു ചോർത്തലും ഇന്ത്യയിൽ നടന്നിട്ടില്ല എന്ന് വളരെ സ്പെസിഫിക് ആയി പറഞ്ഞതാണ്. ഏത് ആക്ട് അനുസരിച്ചാ നിങ്ങൾ ചോർത്തിയെന്ന് ചോദിച്ചാൽ വളരെ സ്പെസിഫിക് ആയി നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ടെലഗ്രാഫ് ആക്ട് അനുസരിച്ച്, IT ആക്ട് അനുസരിച്ച് ഉള്ള ഗവൺമെന്റിൽ നിക്ഷിപ്തമായ അവകാശങ്ങൾ, അതിന്റെ നിബന്ധനകളും നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ടുള്ള നിരീക്ഷണങ്ങളാണ്, അല്ലാതെ ഒന്നും നടന്നിട്ടില്ല എന്ന് വളരെ സ്പെസിഫിക് ആയി കോടതി പറഞ്ഞതാണ്. എന്നാണല്ലോ ശ്രീ ജയമോൻ ആൻഡ്രൂസ് പറയുന്നത്. അങ്ങനെ പറഞ്ഞോ കേന്ദ്രം? അഫിഡവിറ്റിലുണ്ടല്ലോ, പാർലമെന്റിലെ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ളതാണല്ലോ ലിമിറ്റഡ് അഫിഡവിറ്റ്. നമുക്ക് ഈ അഫിഡവിറ്റിന്റെ കോപ്പി ഒന്നും കിട്ടിയതല്ലോ. പക്ഷെ ഈ അഫിഡവിറ്റിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ വലിയ വിവരം പിന്നെ സുപ്രീം കോടതി ഇങ്ങനെ പറയുകയും നിങ്ങൾ പറയുന്നത് ശ്രീ നാരായണ നമ്പൂതിരി, അങ്ങനെയാണെങ്കിൽ ഉത്തരവ് ഉണ്ടാകില്ലേ? ഡാർക്ക്നെസ്സിൽ നിർത്തിയെന്നാ പറയുന്നത്. രാജ്യത്തെ ശ്രീ നാരായണ നമ്പൂതിരി, അതായത് അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി ഉത്തരവിൽ ഉണ്ടാകും. അത് താങ്കൾ സുപ്രീം കോടതി അങ്ങനെ ഉത്തരവ് നിങ്ങൾ വായിച്ചു നോക്കൂ. അഫിഡവിറ്റ് ഉണ്ടതില് ആ ലിമിറ്റഡ് അഫിഡവിറ്റിൽ പാർലമെന്റിൽ കൺസേൺഡ് മന്ത്രി, റെയിൽവേയുടെയും IT-യുടെയും മന്ത്രി നടത്തിയ സബ്മിഷൻ അടക്കം അദ്ദേഹം അത് വായിച്ചതാണ്. ശ്രീ നാരായണ നമ്പൂതിരി, അദ്ദേഹം അത് വായിച്ചതാണ്. എന്റെ കയ്യിൽ അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ടത് എന്റെ കയ്യിൽ മുഴുവനുണ്ട്. അതിനകത്തുണ്ടോ? ആ ലിമിറ്റഡ് അഫിഡവിറ്റിന്റെ അനക്സർ ആയിട്ട് പാർലമെന്റിൽ
മന്ത്രി കൊടുത്ത മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി അടക്കമാണ് അത് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. സുപ്രീം കോടതി അത് പറയുന്നുണ്ടല്ലോ, മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് പറയുന്നുണ്ടല്ലോ, പാർലമെന്റിലെ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച്. ശ്രീ ജയ്മോൻ ആൻഡ്രൂസ്, സമയം തരുവാണി ഞാൻ എടുത്ത് വായിച്ചു തരാം. സമയം തരുവാണി ഞാൻ വായിച്ചു തരാം, കാരണം ഇത് വീണ്ടും ഒന്നും നമ്മൾ അങ്ങനെയല്ല. എന്നാ ഞാൻ വായിച്ചു തരാം. ശ്രീ ദേവരാജൻ അതൊന്ന് വിശദീകരിക്കൂ. ആ ജഡ്ജ്മെന്റിൽ പറയുന്നത് the vague denial from the government is not sufficient. ഇങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞ ഈ നിഷേധം ഇതിന് പര്യാപ്തമായ ഒന്നല്ല. ഹെൻസ് ഇറ്റ് മസ്റ്റ് ബി പ്രോവ്ഡ് എന്ന് കോടതി പറയണമെന്നുണ്ടെങ്കിൽ കോടതി മുമ്പാകെ എത്തിയ അഫിഡവിറ്റുകൾ അല്ലെങ്കിൽ കോടതി മുമ്പാകെ ഗവൺമെന്റ് സമർപ്പിച്ചിട്ടുള്ള രേഖകൾ സഫീഷ്യന്റ് അല്ല എന്ന് തന്നെയല്ലേ അർത്ഥം? നിങ്ങൾ കൊടുത്തിട്ടുള്ള രേഖകൾ കോടതിക്ക് പോലും ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രവുമല്ല, നിങ്ങൾ എല്ലാ കാലത്തും നാഷണൽ സെക്യൂരിറ്റി, ആഭ്യന്തര സുരക്ഷ അതിനെ മുൻനിർത്തിക്കൊണ്ട് പൗരാവകാശങ്ങൾ ലംഘിക്കുവാൻ തുനിയരുത് എന്നുകൂടി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കോടതിക്ക് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണോ അതിനർത്ഥം? അവരുടെ കൈവശം എത്തിച്ചേർന്നിട്ടുള്ള രേഖകൾ പരിശോധിച്ചതിന് ശേഷം അവിടെ ഗവൺമെന്റിന് വേണ്ടി വാദിക്കുവാൻ വന്ന വക്കീൽ പറഞ്ഞ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് കോടതി ഈ നിഗമനത്തിലെത്തിയത്. വളരെ സ്പെസിഫിക് ആയ ഒരു ചോദ്യം ഇവിടെ അദ്ദേഹം പറഞ്ഞു, ഇത് പെഗാസസ് സോഫ്റ്റ്വെയർ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ? അത് ഈ പറഞ്ഞ ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് അനുസരിച്ചാണ്. അത് നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാലാകാലങ്ങൾ അധികാരത്തിൽ വന്നിട്ടുള്ള ഗവൺമെന്റുകൾ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ആളുകളുടെ ഈ ദേശസുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ചോർത്തലൊക്കെ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ളതിന് മുമ്പ് നടന്നിട്ടുള്ളതാണ്. കാര്യം ശ്രീ ദേവരാജൻ, അതിനകത്ത് ഇതാ ശ്രീ നാരായണ നമ്പൂതിരി പറയുന്നത് ശരിയല്ല എന്നതിന് എൻ്റെ കൈവശം തന്നെയും തെളിവുണ്ട്. അതായത് ഡിസ്പൈറ്റ് ദ റിപ്പീറ്റഡ് അഷ്വറൻസസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഗിവൺ, ultimately the respondent, അതായത് യൂണിയൻ ഓഫ് ഇന്ത്യ, has placed on record what they call a limited affidavit which does not shed any light on their stand or provide any clarity as to the facts of the matter at hand. എന്താണ് ശ്രീ നാരായണ നമ്പൂതിരി അർത്ഥം? കോടതി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഈ ലിമിറ്റഡ് അഫിഡവിറ്റ് എന്ന് പറയുന്ന ഈ ഫ്രേസ് തന്നെ ഇറ്റ് ഈസ് നോട്ട് നോൺ ടു ലോ. കോഡ്സിലാണ് എഴുതിയിരിക്കുന്നത്. ഇദ്ദേഹം നമ്മുടെ സോളിസിറ്റർ ഉണ്ടാക്കിയ ഒരു സാധനം. നിങ്ങൾക്ക് ഒരു ലിമിറ്റഡ് അഫിഡവിറ്റ് എന്ന് പറയുമ്പോൾ we are hiding many things, we are only giving this much. അതാണ് ശ്രീ ദേവരാജൻ ഇത് വളരെ വ്യക്തമായിട്ട് ഇത് ഒരു പുതിയ വിവരവും ഒരു ക്ലാരിറ്റിയും നൽകുന്നില്ല എന്നല്ലേ ഇതിനകത്ത് ഈ വായിച്ചതിന്റെ അർത്ഥം? അതെ, അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇത് വേഗ് ഡിനൈൽ ഓഫ് ദ ഗവൺമെന്റ് ഇസ് നോട്ട് സഫീഷ്യന്റ്. നിങ്ങൾ വേഗ് ആയിട്ട് ഡിനൈ ചെയ്യുകയാണ്. വളരെ സ്പെസിഫിക് ആയ ചോദ്യമാണല്ലോ ഉള്ളത്. ഈ പെഗാസസ് എന്ന് പറയുന്ന ചാര സോഫ്റ്റ്വെയർ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ? കാരണം ഇത് ഗവൺമെന്റുകൾക്ക് മാത്രം നൽകുന്ന സോഫ്റ്റ്വെയർ ആണ് എന്നതിന്റെ നിർമ്മാതാക്കളായ NSO ഗ്രൂപ്പ് പരസ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. നിങ്ങൾ ഇത് വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അതിന് ശ്രീ നാരായണ നമ്പൂതിരിയും BJP നേതാക്കന്മാരും പറയുന്നത് ഇത് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് ഡിസ്ക്ലോസ് ചെയ്താൽ ഇത് ആർക്കെതിരെ ഉപയോഗിച്ചു എന്നുള്ളത് പറയേണ്ടി വരും എന്നുള്ളതാണ്. ശരിയാണ്, ആർക്കെതിരെ ഉപയോഗിച്ചു എന്ന് ഒരുപക്ഷെ പറയേണ്ടി വരും. അത് സീല് വെച്ച കവറിലും സുപ്രീം കോടതിയിൽ കൊടുക്കാവുന്നതുള്ളത് വേറെ കാര്യം. ഇനി നിങ്ങളിത് ഉപയോഗിച്ചത് ഭീകരവാദികൾക്കെതിരായിട്ടാണോ? ഭീകരവാദ സംഘടനകളുടെ വിവരമാണോ നിങ്ങൾ ചോർത്തിയത്? അല്ലല്ലോ. നിങ്ങൾക്കെതിരായി സംസാരിച്ച മാധ്യമങ്ങൾ, ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ വിമർശിച്ചിട്ടുള്ള എഴുത്തുകാർ, അവരെയൊക്കെയാണ് ചോർത്തി എന്നുള്ള വിവരമല്ലേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ വിവരങ്ങൾ ചോർത്തുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാരുടെയും മാധ്യമങ്ങളുടെയും മാത്രമല്ല അവകാശം, പൊതുജനങ്ങളുടെ സാധാരണ പൗരന്റെ അവകാശങ്ങൾ കൂടി നിങ്ങൾ ഹനിച്ചിരിക്കുന്നുവെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ജനാധിപത്യത്തിനകത്ത് നമ്മുടെ ഭരണഘടന അനുവദിച്ചിട്ടുള്ള മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾക്കായില്ല എന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ സംഭവിച്ചു എന്നല്ലേ അർത്ഥം? പിന്നല്ലേ ശ്രീ നാരായണ നമ്പൂതിരി ഇനിയും പഴയ വാദങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? സനീഷ്, ഞാൻ ഈ ചാനലിൽ ഇരുന്ന് കള്ളം പറഞ്ഞു എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞതുപോലെ ഈ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിൽ ഇല്ല. താങ്കളും പറഞ്ഞു, ജയ്മോനും പറഞ്ഞു. അതിന്റെ പാരാ 8 ഒന്ന് എടുത്ത് വായിക്കും. ആ ജഡ്ജ്മെന്റിന്റെ പാരാ 8 ശരി, താങ്കൾ വായിക്കൂ. അത് സുപ്രീം കോടതി ഞാൻ വായിക്കാം. റെസ്പോണ്ടന്റ് യൂണിയൻ ഓഫ് ഇന്ത്യ ത്രൂ ദ ഹോണറബിൾ മിനിസ്റ്റർ ഓഫ് റെയിൽവേസ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി in parliament വായിച്ചോളൂ. ഞാൻ ജയ്മോൻ ആൻഡ്രൂസിനോട് ഒരു നിമിഷം. Parliament on 18th July 2021 when asked about the alleged cyber attack and spyware use that the reports published has no factual basis, the minister also stated that the amnesty report itself indicated that the mere mention of a particular number in the list did not confirm whether the same was infected by Pegasus or not.
അല്ല ശ്രീ നാരായണ നമ്പൂതിരി, ഇതിലെന്ത് കാര്യമാണുള്ളത്? ഇത് പാർലമെന്റിൽ മന്ത്രി പറഞ്ഞ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? Further, the minister stated that NSO has itself factually contradicted many of them. Finally, he stated that the Indian statutory and legal regime relating to surveillance and interception of communication is extremely rigorous, and no illegal surveillance could take place. ഇത് പാർലമെന്റിൽ മിനിസ്റ്ററുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ല, ഇത് അഫിഡവിറ്റിന്റെ ഭാഗമാകേണ്ടതില്ല ശ്രീ നാരായണ നമ്പൂതിരി, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് നേരിട്ട് കേട്ട ആളുകളാണ് ഈ ജോൺ ബിട്ടാസിനെ പോലുള്ള ആളുകൾ, സഭയ്ക്കകത്ത് നേരിട്ട് കേട്ടതാണ്. ഞാൻ ചോദിക്കുന്നത് ഈ ലിമിറ്റഡ് അഫിഡവിറ്റ് എന്ന് നിങ്ങൾ പറയുന്ന കാര്യം, വിച്ച് ഡസ് നോട്ട് ഷെഡ് എനി ലൈറ്റ് ഓൺ ദെയർ സ്റ്റാൻഡ് ഓർ പ്രൊവൈഡ് എനി ക്ലാരിറ്റി ആസ് ടു ദ ഫാക്ട്സ് ഓഫ് ദ മാറ്റർ അറ്റ് ഹാൻഡ് എന്നല്ലേ പറയുന്നത്? താങ്കൾ വായിച്ചത് പാർലമെന്റിൽ വേഗമായിട്ട് ഒഴിവാക്കിയ കാര്യമാണ്, പറഞ്ഞൊഴിവായ കാര്യമാണ്. അത് കോടതി എഴുതിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഞങ്ങൾക്ക് ചോദിച്ച ഒരു വിവരവും തന്നിട്ടില്ല എന്നാണ് കോടതി പറയുന്നത്. ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന വിവരമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു കോടതിക്കും ഒരു കക്ഷിയോട് ഇന്നിന്ന വിവരങ്ങൾ പറയാൻ ഒരു കോടതിക്കും അത് പറ്റില്ലല്ലോ ശ്രീ നാരായണ നമ്പൂതിരി. അതായത് അമിത്ഷായ്ക്കും പ്രധാനമന്ത്രിക്കും മാത്രമായിട്ട് രേഖ കൈവശം വെക്കാനുള്ള ജനാധിപത്യമല്ലല്ലോ രാജ്യത്തുള്ളത്. അങ്ങനെ പറയരുത്. അതായത് ഏതെങ്കിലും 1-2 ആളുകൾക്ക് മാത്രം എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിന്, പ്രധാനമന്ത്രിക്ക്, ആഭ്യന്തരമന്ത്രിക്ക് മാത്രമേ NSOയിൽ നിന്ന് ഈ പരിപാടി പെഗാസസ് സോഫ്റ്റ്വെയർ വാങ്ങാൻ അധികാരമുള്ളൂ. അത് അവർക്ക് മാത്രമായിട്ട് കൈവശം വെക്കാനുള്ള അധികാരമല്ല ഈ നാട്ടിൽ ജനാധിപത്യത്തിലുള്ളത്. അല്ല, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പറഞ്ഞു പോകുന്നതാണ്. കോടതിയിൽ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിൽ വരണമെങ്കിൽ ആ ലിമിറ്റഡ് അഫിഡവിറ്റിന്റെ കൂടെ കേന്ദ്ര സർക്കാർ അത് കൊടുക്കാതെ വരത്തില്ല. എന്റെ ശ്രീ നാരായണ നമ്പൂതിരി, ഇത് പറഞ്ഞതിന് ശേഷം ഒരു ക്ലാരിറ്റിയും ഇല്ല എന്ന് കൂടെ കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇത് ഞങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്ന് കോടതി, താങ്കൾ എന്താണ് ശ്രീ നാരായണ നമ്പൂതിരി പറയുന്നത്? ഞാൻ അവിടെ നിൽക്കാം. ഞാൻ അതിനകത്ത് എന്നേക്കാൾ അറിവുള്ള ആളുകളുണ്ടല്ലോ. ശ്രീ ദേവരാജൻ, ഇതങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. എക്സ്പെർട്ട് പാനലിന് മുമ്പിൽ ഡിസ്ക്ലോസ് ചെയ്യാം. അത് ഞങ്ങൾ വെക്കാം, അല്ലെങ്കിൽ കോടതി വെച്ചോട്ടെ. കോടതി വെച്ചു, ഓക്കെ. സർക്കാരിന്റെ സ്റ്റാൻഡ് എന്ന് താങ്കൾ പറയുന്നു, പക്ഷേ which does not shed any light on their stand or provide any clarity. നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണെന്ന് തന്നെ അറിയില്ല എന്നാണ് പറയുന്നത്. ശരി, സുപ്രീം കോടതിക്ക് തെറ്റിയെന്നാണ് താങ്കൾ പറയുന്നത്. ഞാൻ സമ്മതിച്ചു. ഈ 8 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ഹിയറിംഗ് വരുമല്ലോ, ഒരു താൽക്കാലിക ഉത്തരവ് മാത്രമാണ്. ആ ഉത്തരവിലെ വാചകങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾ ഈ കസർത്ത് കലർത്തുന്നത് ആണെന്നാണോ പറയുന്നത്? ഇതൊക്കെ പുതിയ വിവരങ്ങളാണല്ലോ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജി ദേവരാജൻ, അദ്ദേഹം ഈ പറയുന്ന വാദങ്ങളൊക്കെ നിലനിൽക്കുന്നതാണോ? സത്യത്തിൽ എനിക്കത് ആശ്ചര്യകരമായി തോന്നുകയാണ്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന ഐതിഹാസികമായ ഈ വിധി കേന്ദ്ര ഗവൺമെന്റിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷവും ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകളും ആവശ്യപ്പെട്ട ഒരു കാര്യത്തോട് നിഷേധാത്മകമായ ഒരു നിലപാട് സ്വീകരിച്ച ഒരു ഗവൺമെന്റിന് പരമോന്നത കോടതിയിൽ നിന്ന് തന്നെ പ്രഹരമേറ്റിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ കോടതിയിൽ എത്തിയിരിക്കുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നീണ്ട 1.5 വർഷക്കാലം നടത്തിയ നിയമ വാദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഇന്ന് വിധി പറഞ്ഞിട്ടുള്ളത്. അത് തന്നെ സുപ്രീം കോടതി മുമ്പാകെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചു വെക്കാനുള്ളത് കൊണ്ട് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിലും വ്യക്തതയില്ല, അതുകൊണ്ട് ഈ വിഷയം അന്വേഷിക്കുക തന്നെ വേണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ തന്നിട്ടുള്ള അഫിഡവിറ്റുകൾ അത് തന്നെ പരിമിതമായ അഫിഡവിറ്റുകൾ. ആ പരിമിതമായ അഫിഡവിറ്റുകളിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തതയില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം എക്സ്പെർട്ടായ ആളുകൾ അന്വേഷിക്കണം. അതുകൊണ്ട് ഒരു റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജി, ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു ഫോറൻസിക് വിദഗ്ധനായിട്ടുള്ളയാൾ, അവരൊക്കെ അടങ്ങുന്ന ഒരു കമ്മിറ്റി ഇത് അന്വേഷിക്കട്ടെ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി ശൂന്യതയിൽ നിന്ന് ഇങ്ങനൊരു തീരുമാനത്തിലേക്കും ഒരു നിഗമനത്തിലേക്കും എത്തുമോ? സുപ്രീം കോടതിയും കണ്ടിരിക്കുന്നു, നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവിടെ കയ്യും കെട്ടി നിൽക്കാൻ ഞങ്ങൾക്കാകില്ല. ഞങ്ങൾക്കതിൽ ഇടപെട്ടേ മതിയാവുകയുള്ളൂ. ഭരണഘടന ഉറപ്പ് നൽകുന്ന സംരക്ഷണം അവർക്ക് നൽകുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് പരമോന്നത കോടതി പറയുകയാണ്. അതിനർത്ഥം അങ്ങനെ നൽകാത്ത ഒരു ഭരണകൂടം ഈ രാജ്യത്തിരിക്കുന്നു. വ്യംഗ്യമായ അർത്ഥം കൂടി അതിനകത്തുണ്ട്. ശരി, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. നമ്മുടെ സമയം കടന്നു പോയതുകൊണ്ടാണ്. ഒറ്റ ചോദ്യം കൂടെ ശ്രീ ജോൺ ബിട്ടാസിലേക്ക്, അദ്ദേഹം മറ്റ് ചാനലുകളിൽ കൂടെ ചർച്ചയിലാണ്. ശ്രീ ജോൺ ബിട്ടാസ്, അവസാനത്തേത്, അന്വേഷണ ശേഷം ഇനിയിപ്പോൾ സുപ്രീം കോടതിയിൽ ഈ സമിതി കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ പെഗാസസ് വിഷയത്തിലെ യാഥാർത്ഥ്യം ഇന്നതാണെന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് നൽകിയെന്ന് തന്നെ വെക്കുക. അതുകൊണ്ട് പക്ഷേ സർക്കാരിന് എന്ത് സംഭവിക്കാനാണ്? ഇപ്പോൾ സർക്കാരിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും BJPക്ക് വിട്ടുവീഴ്ചയില്ല എന്ന് നമുക്ക് എല്ലാ ചർച്ചകളിൽ നിന്നും വ്യക്തമാകുന്നതാണല്ലോ.
അങ്ങനെയൊരു റിപ്പോർട്ട് അന്തിമമായിട്ട് ഇതൊരു ഊഹചോദ്യമാണ് സുപ്രീം കോടതിക്ക് മുമ്പാകെ വന്നാൽ തന്നെയും കേന്ദ്ര സർക്കാരിന് എന്ത് സംഭവിക്കാനാണ്? ഇവിടെ കേവലം ഇത് സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള ഒരു വിഷയമല്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയത്തെ ആ രീതിയിൽ കാണുന്നത് ദൗർഭാഗ്യമാണ്. ഇത് ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞ ഹർജിക്കാരൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും പ്രത്യേകിച്ച് വ്യക്തിഗതമായിട്ടുള്ള നേട്ടം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹർജിയല്ല. എന്താണ് ഇതിൻ്റെ പ്രശ്നം? അതായത് നമ്മൾ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ലൈഫുള്ള ഒരു പൗരനായിട്ട് ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിച്ചു പോകാൻ വേണ്ടിയുള്ള സാഹചര്യം, പരിമിതമായ സാഹചര്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എൻ്റെ ഏതെങ്കിലും ഫോണിൽ നിന്ന് ഏതെങ്കിലും ഒരു നമ്പർ ഒരാൾ കവർന്നെടുക്കുന്നതല്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു ടെലിഫോൺ സംഭാഷണം ഒരാൾ ചോർത്തിയെടുക്കുന്നതല്ല ഇവിടുത്തെ വിഷയം. ഞാനെന്നുള്ള വ്യക്തിയെ പരിപൂർണമായിട്ടും കീഴ്പ്പെടുത്തുകയാണ്. ഈ പെഗാസസ് എന്നുള്ള ഈ പറഞ്ഞ ആയുധമുറ ഉപയോഗിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? ഇവിടെ ഉപയോഗിക്കപ്പെട്ട ഇരയാകുന്ന ആൾക്കാരെല്ലാം സമ്പൂർണമായിട്ടും ക്രിപ്പിൾ ചെയ്യപ്പെടുന്നു. അപ്പോൾ ഒരു പൗരന്റെ ഡിഗ്നിറ്റിയാണ് ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയ ഇതുപോലെ മുന്നോട്ട് പോകണോ എന്നുള്ളതാണ്. എല്ലാ പ്രതിപക്ഷത്തെയും ജഡ്ജിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും പത്രപ്രവർത്തകരെയും ഒക്കെ നിർവീര്യമാക്കിക്കൊണ്ട് എന്ത് ജനാധിപത്യം നമ്മൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു കാര്യം ചെയ്യും, നാളെ ഇന്ത്യൻ ഭരണഘടന റദ്ദാക്ക്, ഇന്ത്യ ജനാധിപത്യ രാജ്യമല്ലെന്ന് പറ. അങ്ങനെയാണ് പിന്നെ എളുപ്പത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് കേവലപരമായിട്ടുള്ള പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള ഏറ്റുമുട്ടലല്ല, നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ അന്തസത്ത ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമ പോരാട്ടമാണ്. സ്വാഭാവികമായിട്ടും ഇത് ഭരണപക്ഷത്തുള്ള ആൾക്കാർ കൂടി ഇതിൽ അണിചേരുകയും ഈ ഒരു അന്വേഷണ കമ്മീഷൻ സാർത്ഥകമായിട്ടൊരു ദൗത്യം അനുഷ്ഠിക്കുമെന്ന് ഉറപ്പുവരുത്തി. ശരി, വളരെ നന്ദി ശ്രീ ജോൺ ബ്രിട്ടാസ്. ശ്രീ ജോൺ ബ്രിട്ടാസ് ഇടയ്ക്ക് ആദ്യം അദ്ദേഹം വന്ന് സംസാരിച്ചതിന് ശേഷമുള്ള നമ്മുടെ ചർച്ച കേൾക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ശ്രീ നാരായണ നമ്പൂതിരി അടക്കം അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിന് മറുപടി അദ്ദേഹം അത് കേൾക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. വളരെ നന്ദി ശ്രീ ജോൺ ബ്രിട്ടാസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഒപ്പം വളരെ നന്ദി ശ്രീ നാരായണ നമ്പൂതിരി, ശ്രീ ജി ദേവരാജൻ, ശ്രീ അഡ്വക്കേറ്റ് ജെയ്സൺ ആൻഡ്രൂസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. നിശ്ചയമായിട്ടും വരും ദിവസങ്ങളിലും വലിയ ചർച്ചകൾക്ക് കാരണമാകുന്ന സുപ്രീം കോടതി ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. വിദഗ്ധ സമിതിയിൽ വിദഗ്ധ സമിതി 2 ഭാഗങ്ങളായിട്ടാണുള്ളത്. പ്രധാനപ്പെട്ട സമിതി വിദഗ്ധ സമിതി, അവരെ സഹായിക്കാനായിട്ടൊരു സാങ്കേതിക സമിതി. ഈ സാങ്കേതിക സമിതിയിൽ ഒരു അംഗം മലയാളി തന്നെയാണ്, മലയാളിയായിട്ടുള്ള ഒരു പ്രൊഫസർ അതിനകത്തുണ്ട് എന്നതും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ഒരുപക്ഷെ വളരെ വർഷങ്ങളിലേക്കും രാജ്യാന്തര തലത്തിലും ചർച്ച ചെയ്യപ്പെടുന്ന അതിഗൗരവമുള്ളൊരു സമിതിയുടെ രൂപീകരണമാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗികമായുള്ള നിലപാട് നമ്മൾ അറിയേണ്ടതുണ്ട്. പക്ഷേ BJP അവരുടെ നിലപാട് ഇതിനകം തന്നെയും പല വഴിക്ക് ചർച്ചകളിലൂടെ അറിയിച്ചിട്ടുണ്ട്. വളരെ നന്ദി. അതിഥികൾക്ക് ഒരിക്കൽ കൂടെ പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.